മമ മാനസമൊരു പൂജാപൂർവം തിരുമുൻപിലർപ്പിച്ചിടുന്നേ. കൈക്കൊള്ളേണമേ കൃഷ്ണമുരാരേ പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അറിവില്ലാത്തൊരു പൈതങ്ങൾ ഞങ്ങൾ അടിപണിയുന്നഖിലേശ. നിൻ സ്തുതി പാടി പാടി വരുന്നു പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. അതിരമണീയം തവ തിരുരൂപം പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. പൂർണ്ണത്രയീശ ഹരേ ഹരേ കൃഷ്ണ പൂർണ്ണത്രയീശ ഹരേ. പൂർണ്ണത്രയീശ ഹരേ പൂർണ്ണത്രയീശ ഹരേ. सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा. गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. असतो मा सद्गमय तामसो मा ज्योतिर्गमय.
Om Shanti Shanti Shanti. Namaste, and good evening to everyone. Hope എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? നന്നായിട്ട് കേൾക്കാമല്ലോ അല്ലേ? Yeah. Yeah. So വോളിയം കുറവാണോ? ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ സർ. Okay. So Gita-Intelligence is all about self-analytics. Self-analytics is the process of finding out who the real self is and identifying with the self. And that is the message of Bhagavad-Gita also. Bhagavad-Gita എന്ന് പറയുമ്പോൾ തന്നെ അത് the song of the divine എന്നാണ് പറയുന്നത്. അപ്പോൾ the self actually is that in the inner self within each one of us is that divinity within us, and that divinity as conscience within us is singing the tune of wisdom within us, so that we can direct our intellect and consequently the mind and the senses behind it to do what is really required for us to attain a level of wisdom and thought processes and actions in this world which are in tune with those message of wisdom that is given out in the Bhagavad-Gita. അപ്പോൾ അതാണ് സെൽഫ് അനലിറ്റിക്സിൻ്റെ. അപ്പോൾ അതിന് സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് 2ാമത്തെ അധ്യായം മുതൽ 18ാമത്തെ അധ്യായം വരെ ഭഗവത്ഗീതയിൽ കൊടുത്തിരിക്കുന്നത്. ത്രൂ എ പ്രോസസ് ഡിസ്ക്രൈബ്ഡ് ത്രൂ ദ 3 yogas, കർമ്മയോഗ, ദെൻ ഭക്തി യോഗ ആൻഡ് ദെൻ ജ്ഞാനയോഗ. അതിൽ കർമ്മയോഗമാണ് ആദ്യത്തെ 6 ചാപ്റ്ററിൻ്റെ സെൻട്രൽ തീം. 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകൾ. അതാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അത് തീർത്തു. അതിനുശേഷം ദെൻ വി സ്റ്റെപ്ഡ് ഇൻ ടു ദ 7th കഴിഞ്ഞ ആഴ്ച 7th chapter. 7th to 12th chapter is the എന്താ പറയുക ഭക്തിയുടെ ഫൽക്കത്തിലാണ് അത് ചെയ്യുന്നത്. ഭക്തി I mean, we are talking about actions in the outside world to be in tune with the motivations for the joys of the self through Karma Yoga. And then now, how do you get motivated with the joys of the self? For that, you need to be inspired by the self. You need to have love for the self. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് 7ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായം വരെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ 7ാമത്തെ അധ്യായത്തിൻ്റെ കുറച്ച് പോർഷൻസാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. So we will get into the part 2 of the 7th chapter titled From Knowledge to Wisdom, or original text le Jnana Vijnana Yogam, that union with the knowledge and wisdom. That's what basically it is basically about converting your knowledge to the level of wisdom. So that is why I have termed it as in self-analytics, from knowledge to wisdom. അപ്പോൾ knowledge of the self, joys of the self, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് കർമ്മയോഗത്തിൽ പറഞ്ഞു. നൗ ആ സെൽഫ് എങ്ങനെ സെൽഫിൻ്റെ നോളജിനെ നമുക്കത് പ്രാക്ടിക്കൽ വിസ്ഡമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിനോടുള്ള ഒരു പ്രേമം ഉണ്ടാക്കിയെടുക്കാൻ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ അതിൽ we were talking about the various aspects of the self, how as consciousness within us gets gives us the living nature. That is, it is that consciousness that makes us existing in this world as a living being, and also gives us the awareness through working with the senses. അപ്പോൾ സെൻസസ് വഴി നമ്മൾ അവേർനെസ് ഓഫ് ദ ഔട്ട്സൈഡ് വേൾഡ്, ഇൻക്ലൂഡിങ് അവർ ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി, ആൻഡ് ദെൻ ദറ്റ് ലിവിങ് എൻറ്റൈറ്റി ആയിട്ട് നമ്മൾ മാറ്റുന്ന അവയർനെസ്, എക്സിസ്റ്റൻസിന്റെ അവയർനെസ് നമുക്ക് തരുന്നതായിട്ടുള്ള കോൺഷ്യസ്നെസ്. അങ്ങനെ 2 ആസ്പെക്ട്സ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഈ സെൽഫിന്റെ ആസ്പെക്റ്റുകൾ. അതിൽ ഫസ്റ്റ് ദി സെൽഫിന്റെ എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നെസ് ആൻഡ് ദി സബ്സ്റ്റാൻറ്റീവ് കോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് ദി അവയർനെസ് ഓഫ് ദി ഔട്ട്സൈഡ് ഓബ്ജക്ട്സ് എന്ന് പറയുന്ന സംഗതികളിലൂടെ മനസ്സും ബുദ്ധിയും ശരീരവും എങ്ങനെയൊക്കെ ആണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും അത് കർമ്മയോഗത്തിന്റെ പോർഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ സെൽഫിനോടുള്ള പ്രേമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ സെൽഫ് നമ്മളുടെ the conscious power, the conscious power within us as the living power that is getting converted into consciousness within our brain, and then it enlivens the intellect, mind and the body. And the mind and the body, scientific terms mind and body, but in Vedanta parlance we have actually split it into 2 aspects of the intellect, which is
the rational mind and the emotional mind. അപ്പോൾ അത് intellect and mind എന്ന് നമ്മൾ പറയുന്നു അതിന്. അപ്പോൾ ആ intellect and mindനെ അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് that is how we exist in this world, becoming aware of ourselves as well as the outside world. And then what happens is we forget the power that is enlivening this body, mind and intellect. അപ്പോൾ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിനെ എംപവർ ചെയ്യുന്നതായിട്ടുള്ള ആ കോൺഷ്യസ് പവറിനെ നമ്മൾ മറക്കുന്നു. അതിനെയാണ് എന്നിട്ട് then we identify ourselves as the body, mind and intellect. അപ്പോൾ that is the basic mistake that everybody commits. അത് ആ തെറ്റിദ്ധാരണയാണ് ഇവിടെ ഡെലൂഷൻ ഓഫ് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 12, 13, 14, 15 അതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അത് ഒന്ന് ജസ്റ്റ് ക്വിക്ലി ഗോ ത്രൂ ദാറ്റ് and then we will expand on this delusion of mistaken identity. That is something that we need to really understand that the power of the self enables ഈ power എങ്ങനെയാണ് the delusion ഉണ്ടാവുന്നത്? Because it enables the gunas sattva, rajas and tamas, or purity, passion and ignorance എന്ന് പറയുന്നത് it is the quality of the material aspect of the world. എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാത്തിനും ഉള്ള 3 ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ആണ് ഈ പറയുന്ന പ്യൂരിറ്റി, പാഷൻ ആൻഡ് ഇഗ്നറൻസ്, അല്ലെങ്കിൽ സത്വ, രജസ്, തമോ ഗുണാസ്. deluded by these 3 gunas, ഈ ഗുണങ്ങൾ കാരണമാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. അത് that how it happens we will now explain. The next 15 to 20 minutes or half an hour we are going to spend on that, and I hope at the end of that we will get some idea about what this delusion is all about. The illusion, അപ്പൊ അതിൽ പറയുന്നു 14ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ അത് ശരിക്കും നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. The illusion caused by the transcendental power of the self, which is beyond the qualities of nature. Self എന്ന് പറയുന്നത് it is beyond the qualities of nature, but that power is caused by that transcendental power working on the material things, which enlivens the qualities within our body, mind and intellect, causes our mistaken identity. Okay, it is difficult to cross over this erroneous identity, but if we really understand what the self is and is purely motivated by that, the happiness of the self, like joys of the self, അതാണ് ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാമെങ്കിൽ ഈ ആത്മതൃപ്തിയുടെ എക്സാമ്പിൾസ്, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് in the material world, I'm not talking about sannyas and spiritual things, but in the material world, what is this joy of the self? How does it reflect in the various activities? നമ്മൾ കണ്ടതാണ് നേരത്തെ many examples of that. അപ്പൊ അത് ആ ഒരു മോട്ടിവേഷനിൽ മാത്രം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ then we can cross over this delusion എന്നാണ് ഗീതയിൽ പറയുന്നത്. Okay, we will talk about the joys of the self subsequently also, as we go on, but especially for those who have probably joined later, joys of the self എന്ന് പറയുന്ന കോൺസെപ്റ്റ് will come out again. It is അതിന്റെ ഒരു സിംഗിൾ വേർഡിൽ പറഞ്ഞ ആത്മതൃപ്തി എന്നൊക്കെ പറയുമ്പോൾ it becomes a jargon, and I know we have heard so much about it, but then അതിനെ നമുക്ക് ഇൻ ദ മെറ്റീരിയൽ പ്ലെയിൻ ആത്മതൃപ്തി എന്താണ് എന്നുള്ളതാണ് ആ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈവിൾ ഡൂവേഴ്സ് ആൻഡ് ദി ഡെല്യൂഡഡ്, ചീത്ത സ്വഭാവമുള്ളവരും അല്ലെങ്കിൽ ചീത്ത ചിന്തകളുള്ളവരൊക്കെ, ഹു ആർ ദ ലോവസ്റ്റ് അമംഗ് മെൻ ഡു നോട്ട് സീക്ക് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. തെറ്റിദ്ധാരണയും അതുമാതിരി അവരുടെ മനസ്സിന്റെ ഉള്ളിലത്തെ കറകളെ കാരണം അവർ ഈ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും സുഖത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കണക്ഷൻസ്, മനസ്സുകൊണ്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിൽ പെടും. അപ്പൊ സെൽഫിഷ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫണ്ടമെന്റലി നമുക്ക് പറയാം. Their knowledge is destroyed by the illusion and follow the ways of demons. അവരുടെ ഈ ഡെലൂഷൻ കാരണം ആണ് അത് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഡെലൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അതിന് and why is this happening? It is because of the 3 impediments to which we need to get rid of, which is ignorance, inability and inexperience നമ്മൾ കണ്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ലിസണിങ്, ഡൂയിങ്, റിഫ്ലക്ടിങ് ആൻഡ് അപ്ലൈയിങ് എന്ന് പറയുന്നത്. അതായത് എനി നോളജ് ഫോർ ദാറ്റ് മാറ്റർ, നമ്മൾ വാട്ട് എവർ ഫീൽഡ് വി ആർ വർക്കിംഗ് ഇൻ, വാട്ട് എവർ ഡൊമൈൻസ് യു ആർ വർക്കിംഗ് ഇൻ, you are always possessed with some amount of knowledge deficits always, and therefore we will not be able to optimally perform in that field, whatever it is, because of our ignorance. Some ignorance always will be there, and we have to, our quest to perfection is always for reducing this knowledge deficits. But knowledge deficit കുറച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. And also sometimes because of our inability to do, even though we know, but our inability to actually put it across, to do things. അപ്പൊ അതിന് we need practice, development of skill sets and all those things. And
and or the skills are there, knowledge is there, but inexperience. അതുകൊണ്ടും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ എക്സ്പീരിയൻസും ഗ്യാദർ ചെയ്യണം. സോ ഇറ്റ് ഇസ് എ പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് നോളജ് ഡെഫിസിറ്റ്സിനെ മാറ്റല്. Reducing as much of the knowledge deficits as possible, and keep on doing that lifelong learning processes, practicing, and then making sure that the skill sets are developed, as well as therefore reducing our inexperiences. How do we do that? We can in a general ഇതിപ്പോ നമ്മളെ ഗീതയില് അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് മാത്രമല്ല, it is a general strategy for knowledge gathering, about knowledge acquisition and experience acquisition, etc. Listen, read, do, reflect, and apply. That is a process. So that there are lots of strategies devised on top of this in teaching communities and all those places. So how those strategies are, it is in a way listed in our scriptures also as a process. So it is a psychological process. It is a learning process, a cognitive process. All those things are combined together in this strategies that are embedded within the Bhagavad-Gita, and Gita-Intelligence is trying to take the strands of those patterns out so that it can be applied not just in the context in which we think Bhagavad-Gita is always written for, which is spiritual. No, it is not. It is for action in this world of challenges, because that is why it was taught to give the picturization is about Krishna talking to Arjuna, and not to somebody who is striving to become a monk or go up the spiritual ladder. In some, not only that, of course, if from that perspective also it can be analyzed, but we are looking at it in the Gita-Intelligence is looking at it in a perspective of applications in this world, so that we expand and get free from all the limitations that we have of the intellect, mind, and the body. That is freedom, moksham. So we are looking at it that perspective, and these strategies that are given in the Gita can be extracted out and then equated with the strategies for success as well as for excellence. And so Sravanam, Mananam, and Nididhyasanam are these strategies which are talked about as listen, reflect, and apply. And this process is basically what we also need to go through. So what we left off at this point, that the deeper you realize the self within us as that transcendental power which is seamlessly available everywhere in this universe, and which is what is enlivening each and every one of us, and as a seamless union with everything else, the intense love for our self and the self-worth and love of the self is definitely going to expand. അതാണ് ഇതിൻ്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് അതിനോട് സ്നേഹം വന്നു തുടങ്ങും. അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ പറയണമെന്നുള്ളത് പോയി, നോ, ദാറ്റ് പവർ ഇസ് എനർജൈസിങ് മീ ഓൾസോ എന്നുള്ള ഫെയ്ത്ത് നമുക്ക് വരും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദ ലവ് ഫോർ ദാറ്റ് ലോഡ്, ഓർ ടു ബി ഇൻസ്പയർഡ് ഇൻ ദിസ് വേൾഡ്. ആ ഭക്തി, അതിനാണ് ഭക്തി എന്ന് പറയുന്നത്, ഇൻസ്പിരേഷൻ. ഐ വുഡ് ലൈക്ക് ടു കോൾ Bhakti as not just a word called devotion. No, it is not. Devotion is a very, I would like to call it as inspiration. The devotion to the self, intrinsically motivated, etc. That is inspiration. So if you constantly remind yourself of this, reflect, and slowly you will start equating with that. That's it. Now, what is standing in the way? The natural process of our physical being is what is standing in the way, and that is being described in our system of Vedanta philosophy, Upanishad philosophy, etc. And I'm going to look at it from that analytical standpoint and also looking for it from the Advaita Vedanta, what you call specs, as well as the specs of science. So we have to see it that way, because in this world, unless and until we are convinced about, and also have the faith that yes, this is something that is really solid, with a solid backing of logic, etc., then we ourselves will get inspired by this knowledge. Appo adinu venditana, appo adu aa perspective ilana nammal idine കാണുന്നത്. So we have so far looked at that the self within us is empowering our physical being. So Krishna says that I have two aspects, the self. Another perspective that we need to look at is Krishna Narayana, that is a self inside us. നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മതത്വം, അതാണ് കൃഷ്ണൻ. അത് നമ്മുടെ മനസ്സ്, ബുദ്ധി എന്ന് പറയുന്ന അർജുനന്റെ അടുത്ത് സംസാരിക്കുകയാണ്.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിന്റെ പിക്ചറൈസേഷനെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ആ കൃഷ്ണനല്ല നമ്മളെ ഗൈഡ് ചെയ്യണമെങ്കിൽ ആ ഇന്റലക്ട് ആൻഡ് മൈൻഡ് മൈറ്റ് ഗൈഡ് ആൻഡ് ദെൻ ദ സെൻസസ് വിൽ ഗോ എസ്ട്രേ. അതാണ് അതിന്റെ പിക്ചറൈസേഷൻ. അപ്പൊ അവിടെ കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പൊ കൃഷ്ണൻ പറയാണ്, ഞാൻ എന്റെ ഭക്തനാവണം, എന്നിൽ തന്നെ എല്ലാം അർപ്പിച്ച് ചെയ്യണം എന്നൊക്കെ കൃഷ്ണൻ അർജുനന്റെ അടുത്ത് പറയുമ്പോൾ we are looking at it from a Advaita Vedanta philosophy, where we are not going to equate it to some god or something which is sitting somewhere as a different entity of our own making, in the form of our own as human being. No, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. Because this is the super transcendental power. That self is sitting inside. അപ്പൊ അതിനെ കൃഷ്ണനായിട്ട് നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്നു. അത് വളരെ ചിന്തിച്ച് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാണ്ട് എളുപ്പത്തിൽ പോകാനായിട്ട് എന്നുവെച്ചാൽ ഭാഗവത കഥകളിലും ഒക്കെ ശ്രീകൃഷ്ണന്റെ പല 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 ക്യാരക്ടറിസ്റ്റിക്സിനെ പറഞ്ഞ് നമുക്ക് അതിലൂടെ ഒരു ഭക്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് ആ കൃഷ്ണനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ, ആൻഡ് ദെൻ യു ലുക്ക് അറ്റ് ദ ഹോൾ ഭഗവത്ഗീത, യു ഗെറ്റ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് വിച്ച് വിൽ എംപവർ യു ആൻഡ് ഇൻസ്പയർ യു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൽഫ് അനലിറ്റിക്സ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണൻ പറയാണ് എന്നിലെല്ലാം അർപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൽഫ് ഈസ് ടെല്ലിംഗ് ദ ഇന്റലക്ട് മൈൻഡ് ദാറ്റ് ദ മൈൻഡ് ഷുഡ് പുട്ട് എവറിഥിങ് ഇൻ ദ സെൽഫ് ആൻഡ് ദെൻ ഡു ദ വർക്ക് എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ സെൽഫ്, ഞാൻ, എന്റെ, മമ എന്നൊക്കെ ഉള്ള വാക്കുകൾ ഗീതയിൽ വരുന്നതൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്ന് കണ്ടു നോക്കൂ. ആൻഡ് ദെൻ ലുക്ക് അറ്റ് ഈച്ച് ഓഫ് ദോസ് സ്റ്റാൻസസ്, യു വിൽ സീ ലൈറ്റ്. അപ്പോൾ അത് അവിടെ ഇതിൽ പറയുന്നു ആ സെൽഫിന് രണ്ട് ഉണ്ടെന്ന്. ഒന്ന്, വൺ ഈസ് ദ എൻലിവനിങ് പവർ, that enlivening power which is not only enlivening but it also gives existence to everything in this universe. അപ്പൊ നമ്മൾ ഒരു പേൻ എടുത്തിട്ട് this pen ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ this pen exists എന്നുള്ളത് അർത്ഥമായല്ലോ. There is an existence for this pen, but this existence, the pen does not have the kind of awareness and consciousness of awareness that we human beings or other living entities have, which is about it's human beings ന്റെ ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അവേർനെസ്, which is about ഞാനിവിടെ ഇരിക്കുന്നു, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ ശരീരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനും പറ്റുന്നു. ആൻഡ് ഐ എക്സിസ്റ്റ് ഈസ് വൺ തിങ് ആൻഡ് സിമിലർലി ദിസ് ഓൾസോ എക്സിസ്റ്റ്. അപ്പൊ എവറിഥിങ് ഇൻ ദിസ് യൂണിവേഴ്സ് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ദർ ഇസ്, നമ്മളെ പണ്ട് ഐ തിങ്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ടോക്കിംഗ് അബൌട്ട് ദി ഡാൻസ് ഓഫ് ശിവ ഇൻ ഈവൻ ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും ആ ഡാൻസ് ഓഫ് ശിവ ഉണ്ടെന്ന് പറയുന്നത്. ഡാൻസ് ഓഫ് എനർജി ആണത്. Atoms and molecules and all those things going on. If you really are able to see the dynamic aspect of this എന്താ പറയുക, ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഉള്ളിലത്തെ ഡൈനാമിസം, ദാറ്റ് ഈസ് ഗിവിംഗ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഈച്ച് വൺ. അതാണ് കോൺഷ്യസ്നസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ കോൺഷ്യസ്നസ് ഓഫ് അവയർനെസ് വിച്ച് ഹാപ്പൻസ് ടു ബി ദർ ഓൺലി ഇൻ ദോസ് എൻറ്റൈറ്റീസ് വിച്ച് can connect with a mind, intellect or senses, etc. Okay, I mean mind and intellect are human being qualities, but others, I mean senses are there in various things, various plants, animals, etc. അപ്പൊ നമ്മൾ ആ ഒരു കോൺഷ്യസ് അങ്ങനെ രണ്ട് വിധത്തിൽ സെൽഫ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആസ് ദി എക്സിസ്റ്റൻസ്, ആസ് ദി അവയർനെസ്. രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. അത് പിന്നെ ഇറ്റ് ഈസ് വർക്കിംഗ് ത്രൂ ദിസ് അവയർനെസ് ഈസ് ഓൾവേസ് വർക്കിംഗ് ത്രൂ ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികൾ, എർത്ത്, വാട്ടർ, എയർ, സ്പേസ് എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സംഗതികളിലൂടെ പ്രവർത്തിക്കുന്ന സെൽഫിന്റെ ഒരു ആസ്പെക്റ്റും, അത് കൂടാണ്ട് ഈ പറയുന്ന എനിക്ക് ലിവിങ് ഫോഴ്സ് ആയിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി എന്ന് പറയുന്നതും ആയിട്ടും, അത് വിച്ച് ഈസ് ആക്ച്വലി ഇൻ സിങ്ക് വിത്ത് ദ ഹോൾ യൂണിവേഴ്സ്. അപ്പൊ ആ രണ്ട് ശക്തികളായിട്ടാണ് ഞാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്. വൺ ഈസ് ദാറ്റ് ഹയർ ആസ്പെക്ട് ആൻഡ് ദി അതർ വൺ ദ ഫിസിക്കൽ എൻറ്റൈറ്റീസ്, ഫിസിക്കൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതിനെ ലോവർ എൻറ്റൈറ്റീസ് എന്നും പറയുന്നു എന്ന് പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സമറികളാണ്. അപ്പോൾ ഇതിൽ ദിസ് ഡിവൈൻ പവർ ഓഫ് ഡെലൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ 3 characteristics ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇപ്പൊ ഇനീഷ്യലി ലെറ്റ് us സ്റ്റാർട്ട് ഫ്രം ദാറ്റ് പോയിന്റ് ദാറ്റ് ദ സെൽഫ് ഹാസ് ഗോട്ട് വിതിൻ ഇറ്റ് എ പൊട്ടൻഷ്യൽ ഫോർ ദിസ് വട്ട് ഗുണാസ്, അതായത് പാഷൻ, ഇഗ്നറൻസ് ആൻഡ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന 3 ക്വാളിറ്റീസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് ദെൻ ദാറ്റ് ഈസ് നൗ എംപവറിങ് അവർ ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ദ ബോഡി. ആ ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി കൂടി ചെയ്തിട്ട് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് us to project from the ignorance and knowledge that we have, and that is how we work. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് ഞാൻ ഇപ്പോൾ കിടക്കാൻ പോകുന്നത്. ദിസ് ഈസ് ജസ്റ്റ് ദ സമറി. സോ ദിസ് ഡിവൈൻ പവർ ഓഫ് ഡെലൂഷൻ, അതിന് വേറൊരു പേരും മായ എന്നും പറയാം. അപ്പൊ ആ മായയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഹൗ ഡസ് ദ ഡെലൂഷൻ ഒക്കർ? ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ ഈ ഡെലൂഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആൻഡ് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് ഡെലൂഷൻ അല്ലെങ്കിൽ മായ?
Let us try and understand that. And that is basically what we are going to try to do the next 15-20 minutes. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ സമ്മറി പാഠമായിട്ട് കോൺഷ്യസ്നസ് ഈസ് ഈക്വൽ ടു എക്സിസ്റ്റൻസ് പ്ലസ് അവയർനെസ്, അല്ലെങ്കിൽ അതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. വൺ ദാറ്റ് ഗിവ്സ് യു എക്സിസ്റ്റൻസ്, ദെൻ വൺ അവയർനെസ്. ഈ അവയർനെസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ത്രൂ അവർ മൈൻഡ് ആൻഡ് സെൻസസ് വർക്ക് ചെയ്യുമ്പോൾ അത് അപ്പോഴാണ് നമ്മൾ അവയർനെസ് ഉണ്ടാകുന്നത്. നമുക്ക് അവയർനെസ് ആൻഡ് ഹൂ ഈസ് ഈ മൈൻഡാണ് അത് ഉണ്ടാക്കുന്നത്, മൈൻഡ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദർ ഈസ് വാട്ട് ഈസ് കോൾഡ് as ഇറ്റ് helps us to create what is called as self-reference. എനിക്ക് ഇപ്പം ഞാൻ എന്നുള്ള ഒരു ബോധം എനിക്ക് ഉണ്ടാക്കി തരുന്ന മനസ്സും ബുദ്ധിയാണ് സെൽഫ് റെഫറൻസ് എന്ന് പറയും. അത് സെൽഫ് റെഫറൻസ് ഉണ്ടാക്കി തരുന്നു. ആ സെൽഫ് റെഫറൻസ് വരുമ്പോൾ ഞാൻ ഐ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ മനസ്സിനുള്ളിൽ പറയാണ്, ഐ ദിസ് ഈസ് മീ. അപ്പൊ എക്സിസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ബിക്കംസ് ദിസ് സെൽഫ് റെഫറൻഷ്യൽ ഐ വിച്ച് ഈസ് ബിക്കോസ് ഓഫ് ദ മൈൻഡ് ആൻഡ് ഇന്റലക്ട്. അപ്പൊ ഇതാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് അപ്പാരിഷൻ എന്ന് പറയാം. അപ്പാരിഷൻ എന്ന് പറഞ്ഞാൽ മറ. അതായത് ഈ പറയുന്ന എക്സിസ്റ്റൻസ് തരുന്ന കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ മറന്നു ഇമ്മീഡിയറ്റ്ലി, ബിക്കോസ് വി ആർ നൗ വിതിൻ ദി സെൽഫ് റെഫറൻഷ്യൽ ലൂപ്പ്. ഇൻഫാക്ട് കോഗ്നിറ്റീവ് സയൻസിലും അതുപോലെയുള്ള പുതിയ മോഡേൺ ചില തോട്ട്സ് ഓൺ ഇന്റലിജൻസ്, മൈൻഡ് എക്സെട്ര, അവിടെയൊക്കെ കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. ഇൻ ദ ലാസ്റ്റ് മേ ബി 10-15 years കൂടുതൽ പോയിന്റഡ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഇൻഫാക്ട് സം എക്സാമ്പിൾസ് ഐ വാണ്ട് ടു ഗിവ് യു. ഐ മീൻ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദർ ആർ സർട്ടൻ തിങ്സ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഐ ആം എ സ്ട്രേഞ്ച് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ദർ ഇസ് എ ബുക്ക് റിട്ടൺ ബൈ ഡഗ്ലസ് ഓഫ് സ്റ്റാഡർ and Gordon Lesher and Bash വേറൊരു ബുക്കും അത് he has written that. It is one of his PhD thesis. And I Am a Strange Loop is one of the small aspects which he has enumerated as a book. It is this strange loop എന്ന് പറയുന്നത്, ഇതിനെ he is calling it as the strange loop. Okay, and that strange loop is beautifully explained, in fact wonderfully explained, and you get a lot of insight into that. These are things that I have also been looking at these things so that to integrate this knowledge which is given in the Bhagavad-Gita. അപ്പോൾ അവിടെ അത് മാത്രമല്ല, there is in these books he has elaborated on various things. So self reference ആയിട്ട് നമ്മുടെ മനസ്സിനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ചില സംഗതികളൊക്കെയാണ് അതിൽ. ഇത് മറ്റേ എഷർ എന്ന് പറയുന്ന ഫ്രഞ്ച് പെയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇല്യൂഷൻസ് ആണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇല്യൂഷൻസ് ഇങ്ങനെ. അതായത് ഈ ഗോ അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഫുൾ ലൂപ്പ് കവർ ചെയ്യുക. അത് ഇൻ ദാറ്റ് പിക്ചർ he has created that illusion through that. There are lots of things available on the net. You can see those pictures and wonder. And this is a person in his hand, he is having a crystal ball and he is looking at it and he is seeing himself, and self-reference in the examples. One of the other self-referential examples which anyone of you, if you are interested, can try out and then see the beauty of it is, it is not something എന്താ പറയുക, അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മളെ തന്നെ നോക്കി കാണാൻ നമുക്ക് കണ്ണുണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പൊ പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്നെ കാണാം, നമുക്ക് പല ലോകത്തിനെ മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് എന്നെ തന്നെ ഉള്ളിലേക്ക് നോക്കിയിട്ട് എൻ്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് എനിക്ക് നോക്കിയ മനസ്സിനെ കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ഒരു തരം ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിന്റെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ഇത് മെഡിറ്റേറ്റ് ചെയ്തിരുന്ന് എന്നെ ഉള്ളിലേക്ക് നോക്കി കണ്ടുപിടിക്കാനായിട്ടുള്ള ശക്തിയോ സമയമോ ഒന്നും ഉണ്ടാവില്ല. So don't worry about it, but at least be convinced that there is a wonderful world there. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഒരു കമ്പ്യൂട്ടർ എടുത്തിട്ട് സ്ക്രീനിൽ ഡെസ്ക്ടോപ്പ് ഒക്കെ എടുക്കുക, അല്ല ഫോണിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കണം. അതിന് പക്ഷേ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിന്റെ ക്യാമറ ഉപയോഗിക്കരുത്. യു ഷുഡ് യൂസ് എ സെപ്പറേറ്റ് വെബ് ക്യാം ഓർ കമ്പ്യൂട്ടർ ക്യാമറ കണക്റ്റഡ് ടു എ ക്യാമറ കമ്പ്യൂട്ടർ. എന്നിട്ട് അതെടുത്തിട്ട് ആ ക്യാമറ എടുത്തിട്ട് ഈ സ്ക്രീനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെക്കുക, സെന്ററിൽ വെച്ചിട്ട് ആ ക്യാമറ സ്ക്രീനിലേക്ക് വെക്കുക. അപ്പൊ ദ ക്യാമറ ഈസ് സീയിങ് ദ സ്ക്രീൻ ആൻഡ് the screen is showing what the camera sees. Okay, that is the loop. And then see what happens. അപ്പൊ അത് വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രസം മനസ്സിലാവില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഡു 2 or 3 things. വൺ ഇങ്ങനെ പതുക്കെ ഡിസ്റ്റൻസ്, ഫോക്കസ് പോയിന്റ് നമുക്ക് കൂട്ടാനായിട്ട് ഡിസ്റ്റൻസ്, ഇത് ക്യാമറയിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ഇങ്ങനെ സ്ലോലി ഒരു പൊസിഷനിൽ വെച്ചിട്ട്. And then see what is happening on the screen, what you see. What is happening on the screen means what you see. And then what you see is അത് മാത്രമല്ല, അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ദ ക്യാമറ, സ്ലൈറ്റ്ലി in either directions, and then see the wonder. And at some point there are so many wonderful things that you can see that you never imagined
that things can happen like that. സെൽഫ് റെഫറൻസ് ഉണ്ടാക്കി തരുന്ന ഒരു ഫിസിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇതുമാതിരിയാണ് ഈ പറയുന്ന സെൽഫ് റെഫറൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൾസേറ്റിംഗ് ലൈഫ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ പൾസേറ്റിംഗ് ലൈഫ് ഓഫ് ദി electricity, of the electrons and other things created by the electricity is what you are going to see when you actually put the camera onto the screen and then do this trick. ചെറിയ ചെറിയ എക്സ്പെരിമെന്റേഷൻ ചെയ്യുമ്പോൾ അവിടെ ആ ഇലക്ട്രിസിറ്റിയുടെ പൾസേഷൻ നമുക്ക് കാണാൻ പറ്റും അൾട്ടിമേറ്റ്ലി. അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിനു മുമ്പ് യു വിൽ സ്റ്റാർട്ട് സീയിങ് വണ്ടർഫുൾ ഗ്രാഫിക്സ്, ആൻഡ് ദെൻ ഫൈനലി ദാറ്റ് ഗ്രാഫിക്സ് ഓൾ വിൽ go into what is called as ഒരു illuminated ball of light, and that will start pulsating. Actually I could have shown you, but then it will take time. I mean, അത് മാത്രമല്ല, നമുക്ക് you just do this and then you will see this. Okay, so that self-awareness is a power that we need to tap. അതാണ് നമ്മുടെ ഉള്ളിലത്തെ പൾസേറ്റിംഗ് ലൈഫ്. അത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഫിസിക്കലായിട്ട് ഇറ്റ്സ് ജസ്റ്റ് an analogy, but you try that, and that analogy is not a mere analogy, it is real truth. That is what is happening. അത് നമുക്കും കിട്ടും, നമുക്കും ആ പൾസേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പൊ അത് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കിട്ടുന്ന പൾസേഷൻ ആണത്, which is the pulsation, which is that the rhythm of what you call sattva in the whole universe, which we are actually getting synced with. That is what is happening. അപ്പോ ഇവിടെ now, so let us look at this. What is happening is the intellect first. That is, the intellect is first enlivened, energized by the self. അപ്പോഴോ ഈഗോ, ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കപ്പാസിറ്റീസ് ഓഫ് അവർ ഈഗോ എന്ന് പറയുന്ന സാധനമാണ് ആദ്യം ഉണ്ടാവുന്നത്, ആൻഡ് ഓൾസോ ദ പവർ ഓഫ് ജഡ്ജ്മെന്റ് ഇന്റലക്റ്റിന്റെ ആണത്. അപ്പൊ ദാറ്റ് ഈഗോ ആക്ച്വലി ഗിവ്സ് യു ദാറ്റ് ഫീലിംഗ് ഓഫ് ഓണർഷിപ്പ് and the power to justify things and all those things. അതൊക്കെ മെറ്റീരിയൽ വേൾഡിൽ നടക്കുന്ന സംഗതികളാണ് ഇന്റലക്ട്. അത് അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അതോട് കൂടിയിട്ട്, ആ ഓണർഷിപ്പോട് കൂടിയിട്ട് ഇന്റലക്ട് പുട്ട്സ് ഓൺ ദ സെംബ്ലൻസ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന കോൺഷ്യസ്നസ് വിത്തിൻ മീ ആസ് ദ എനർജി വർക്കിംഗ് ത്രൂ ദ ഇന്റലക്ട് ഇനീഷ്യലി ക്രിയേറ്റ്സ് ദ ഈഗോ ആൻഡ് ദ പവേഴ്സ് ഓഫ് ജഡ്ജ്മെന്റ്. അതൊക്കെ അപ്പൊ അതോടുകൂടി ഈഗോ വന്നതോടുകൂടി ഐ ടേക്ക് ഓണർഷിപ്പ് ഓഫ് ഇറ്റ്. അതായത് ദ ഇന്റലക്ട് ടേക്സ് ഓണർഷിപ്പ് ഓഫ് ദ സെൽഫ് ആൻഡ് ദെൻ സ്റ്റാർട്ട്സ് ജഡ്ജിങ്. Who am I? The intellect. I am the intellect. It starts telling you that I am the intellect. Telling you meaning the mind. Telling the mind, mind is now getting, our minds and intellects are, it is getting the conclusion that I am the intellect. I am. Intellect ആണ് ഞാൻ എന്നുള്ള ബോധം എനിക്ക് അവിടെ ആയി. അത് അപ്പൊ നമ്മൾ അവിടെ ആലോചിച്ച് നോക്കുക എന്താ പറ്റിയ, സെൽഫ് അവിടെ ഫസ്റ്റ് കട്ടിങ് വന്നു. സെൽഫായിട്ട് ഞാൻ എൻ്റെ കട്ട് മുഴുവൻ കംപ്ലീറ്റ്ലി ഐ എം കട്ട് ഓഫ് ഫ്രം സെൽഫ് ആൻഡ് ഐ ഫീൽ ദാറ്റ് ഐ എം ദി ഇന്റലക്ട്. ആൻഡ് ദെൻ അപ്പോ പിന്നെ നെക്സ്റ്റ്, അപ്പൊ ഇതിപ്പോ അതിന്റെ നെക്സ്റ്റ് ലെവലിൽ നമ്മുടെ മൈൻഡാണ്, ഇമോഷണൽ ലെവലിലാണ്. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, മൈൻഡിന്റെ ആക്ടിവേഷൻ വരികയാണ്, ഇന്റലക്ട് ആയിട്ട് ചേരും. മൈൻഡ്, ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, അറ്റാച്ച്മെന്റ്, ലൈക്സ്, ഡിസ്ലൈക്സ് എന്നൊക്കെ പറയുന്ന മനസ്സിന്റെ വികാരങ്ങളാണ് അതൊക്കെ. ആ ജഡ്ജ്മെന്റ് കാരണം ഉണ്ടാവുന്ന ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ആൻഡ് ലൈക്സ് ആവുമ്പോൾ അറ്റാച്ച്മെന്റ്, ഡിസ്ലൈക്സ് ആവുമ്പോൾ അവേർഷൻ. അത് അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷന്റെ കാര്യമൊക്കെ നമ്മളെ കർമ്മയോഗത്തിൽ പറഞ്ഞിരുന്നു. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്. അത് അപ്പൊ എന്താ പറ്റുക വെച്ചാൽ മൈൻഡ് ദെൻ പുട്ട്സ് ഓൺ ദ സെംബ്ലൻസ് ഓഫ് ദ ഇന്റലക്റ്റിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ആം ദ ഇന്റലക്ട് മൈൻഡ് എന്ന് പറയുന്ന എൻ്റെ ഐറ്റിയാണ് ഞാൻ എന്നുള്ള ബോധമായി എനിക്ക്. അപ്പൊ സെൽഫ് എങ്ങനെ മാറണമെന്ന് നോക്കൂ. ഇന്റലക്റ്റായി മാറി, ഇന്റലക്റ്റും മൈൻഡും കൂടെ ആയിട്ടുള്ള മിശ്രിതമായി മാറി. ആൻഡ് ദെൻ സെൻസസിനെ എനർജൈസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, ആൻഡ് ദ കോൺഗ്ലോമറേറ്റ് ഓഫ് ഓൾ ദ സെൻസസ്, അപ്പൊ ഫിസിക്കൽ ബോഡി, അപ്പൊ ആക്ഷൻസ് ആൻഡ് സെൻസേഷൻസും അതിന്റെ ആക്ഷൻസും പുറത്തേക്കുള്ള ആക്ഷൻസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ശക്തി തരുന്നതായിട്ടുള്ള ആ തേർഡ് സ്റ്റേജ്, ദ സെൻസസ് ഓർ ദ ബോഡി പുട്ട്സ് ഓൺ ദ സെംബ്ലൻസ് ഓഫ് ദ മൈൻഡ്. അതവിടെ മൈൻഡ് ഇന്റലക്റ്റും ഒക്കെ സബ്സർവിയന്റ് ആയി, പ്ലഷേഴ്സിന്റെ പുറകെയായി ഒക്കെ കൂടി ചേർന്ന് ഐ ബിക്കം ദ ഇന്റലക്ട് മൈൻഡ് ആൻഡ് ബോഡി കോൺഗ്ലോമറേറ്റ്. അങ്ങനെയാണ് ഞാൻ സെൽഫിനെ മറന്നു പോകുന്നത്. ഇതാണ് ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ദിസ് ഈസ് ദ ഫിസിക്കൽ ലോ ഓഫ് നേച്ചർ. ഇത് നമ്മുടെ ഫിസിക്കൽ മൈൻഡിന്റെയും ഇന്റലക്റ്റിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എവറിഥിങ് ടേക്സ് കൺട്രോൾ ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് ദെൻ ഗിവ്സ് us the feeling that I am that. So I completely am changed now into the intellect, mind and body. അപ്പൊ ഇവിടെ എന്താ ശരിക്കും വേണേൽ മൂന്നെണ്ണം അതിനെ ഒറ്റ അപ്പാരിഷൻ ആയിട്ട് എടുക്കുകയാണ്. The first apparition that thus gets entrenched. ആ ഒരു മൂടൽ അവിടെ വന്നു നമുക്ക്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒരു വെയിൽ, അല്ലെങ്കിൽ ഒരു മൂട് പടം എന്ന് നമ്മൾ പറയില്ലേ, അത് ഒരു തുണി അങ്ങോട്ട് സെൽഫിന്റെ മുകളിൽ ഇട്ടു. അതാണ് ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി തുണി. That makes us completely forget the self and I say I am the intellect, mind and body. How? അതിനെയാണ്
വളരെ സിമ്പിളായിട്ട് വേദാന്തിക്കിൽ ഇതിൽ സെന്റൻസ് പറയാം. അപ്പം നമ്മളതിനെ ഇങ്ങനെ വേറെ ഏതോ വിധത്തിലൊക്കെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വേണം നമ്മൾ അതിനെ ചിന്തിക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള അതിന്റെ എന്താണ് ഈ പറയുന്ന ഇഗ്നറൻസ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നത്. ദിസ് ഈസ് ദ ഇഗ്നറൻസ് ക്രിയേറ്റഡ് ബൈ ദിസ് വെയിൽ, ദ മൂടുപടം ദാറ്റ് ഈസ് പുട്ട് ഓവർ അവർ സെൽഫ് ആൻഡ് ദ ഇന്റലക്ട് മൈൻഡ് ടേക്സ് കൺട്രോൾ. ഓരോന്ന് ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇനി 18ാമത്തെ അധ്യായത്തിലും വരുന്നുണ്ട്. അത് ദാറ്റ് വിൽ സീ ഇൻ ദ 18th ചാപ്റ്റർ. അപ്പൊ നമ്മളിപ്പോൾ അതിന്റെ ഒരു പോയിന്റർ ഇവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ, വിച്ച് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഇൻ 7th, ബട്ട് ഐ എം ഗിവിംഗ് യു എ പോയിന്റർ നൗ. ആൻഡ് അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാൻ നേരത്തെ പറഞ്ഞ ദാറ്റ് ഐ, ഈ സെൽഫ് റെഫറൻസ് കൂടി ഉണ്ടാക്കുന്ന ദാറ്റ് സ്മോൾ ഐ കോൾ ഇറ്റ് ആസ് എ സ്മോൾ ഐ. ഓക്കെ, ദർ ഇസ് എ ക്യാപിറ്റൽ ഐ വിച്ച് ഇസ് എ സെൽഫ്. അതൊരു നൊട്ടേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഐ അവിടെ, അപ്പൊ എന്താ, ഇറ്റ് ഇസ് ലൈക്ക് ദിസ് റോപ്പ് ഉണ്ടല്ലോ, ഈ റോപ്പിന്റെ റോപ്പാണ് സത്യം. ഒരു അനാലജി ആണത്. റോപ്പ് എന്ന് പറയുന്ന ഒരു സത്യം, ട്രൂത്ത്. അതിന്റെ മുകളില് നമ്മുടെ മനസ്സ് പ്രൊജക്ട് ചെയ്യും. ജസ്റ്റ് ലൈക്ക് എ പ്രൊജക്ടർ, LCD പ്രൊജക്ടർ വഴി നമ്മൾ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന മാതിരി, ലൈറ്റിനെ പ്രൊജക്ട് ചെയ്യുന്ന മാതിരി, ഈ കയറാവുന്ന സ്ക്രീനിന്റെ മുകളിലേക്ക് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്തപ്പോൾ പാമ്പിനെ പ്രൊജക്ട് ചെയ്തു. അപ്പൊ എന്താണ്ടായി? മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊജക്ഷനാണ്. സോ ഐ സീ ദ സ്നേക്ക്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ സെൽഫ് റെഫറൻഷ്യൽ ലൂപ്പ് ഐനെ ഞാൻ ഞങ്ങളുടെ സെൽഫിൽ പ്രൊജക്ട് ചെയ്തു. ആൻഡ് ഐ സീ ദിസ് ഐ ആസ് മീ. സ്നേക്കിനെ കാണുന്ന മതി. അതിനെയാണ് വേദാന്തത്തിൽ പറയുന്ന ഇഗ്നറൻസ്. എന്താണെന്ന്? നോൺ അപ്രിഹെൻഷൻ ഓഫ് ട്രൂത്ത്. ഞാൻ ട്രൂത്തിനെ കാണുന്നില്ല, കയർ, നോൺ അപ്രിഹെൻഷൻ ഓഫ് ട്രൂത്ത് ലീഡിങ് ടു. അത് കാരണം എന്താ ഉണ്ടാവണേ? കയറിനെ കാണുന്നതിന് പകരം ഞാൻ എന്റെ മനസ്സുകൊണ്ട് പ്രൊജക്ട് ചെയ്യുന്നതായിട്ടുള്ള പാമ്പിനെ കാണുന്നു. മിസ് അപ്രിഹെൻഷൻ ഓഫ് റിയാലിറ്റി. റിയാലിറ്റിയെ തെറ്റിദ്ധരിക്കുന്നു ഞാൻ. റിയാലിറ്റി എന്തായിരുന്നു? കയറാണ്. ആ കയറിനെ ഞാൻ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ്, എന്താ പറയാ, മായ, ഇടശക്തി. ദ നോൺ അപ്രിഹെൻഷൻ ഓഫ് ട്രൂത്ത് ലീഡിങ് ടു മിസ് അപ്രിഹെൻഷൻ ഓഫ് റിയാലിറ്റി. ഇതില് ഒരു സംഗതി എന്താ വെച്ചാൽ, ഡ്യൂറിങ് മിസ് അപ്രിഹെൻഷൻ, ഇത് ഞാൻ മിസ് അപ്രിഹെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പാമ്പ് ഉണ്ട് അവിടെ, അല്ലേ? Pump is real for me at that point in time. That is the reason why my heart raised. I actually maybe ഒരു അടുത്ത് കണ്ട അല്ലെ എന്റെ കൊട വെച്ചിട്ട് ഞാൻ അടിക്കാൻ തുടങ്ങിയതിനെ. ഇതൊക്കെ because the pump is real for me, the snake is real for me at that point in time. During misapprehension, we do not realize that this non-apprehension of truth is happening, and because of that I am misapprehending the reality എന്നുള്ള ബോധം എനിക്കില്ല. This is what is, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾ ബിക്കോസ് ദ സെൽഫ്, ഇൻഫിനിറ്റ് സെൽഫ്, യൂണിവേഴ്സൽ സെൽഫ് ആയിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫായിട്ട് വന്ന് അത് എൻ്റെ ഫിസിക്കൽ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് പഞ്ചഭൂതാസ്, ജ്ഞാനേന്ദ്രിയാസ്, കർമ്മേന്ദ്രിയാസ്, ഓൾ ദോസ് തിങ്സ്, അതിന്റെ മുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ മെറ്റീരിയൽ ആസ്പെക്ടിന്റെ ഗുണഗണങ്ങളെ കാരണം സംഭവിക്കുന്ന ഒരു അപ്പാരിഷൻ ആണ് മായ എന്ന് പറയുന്നത്. അപ്പോ സോ ബേസിക്കലി that is knowledge, ignorance and passion എന്ന് പറയുന്ന 3 വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ്. And because of which what is happening is resultant action take place. കണ്ടീഷൻഡ് ആക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആക്ഷൻ എന്ന് പറയണം. ഗുണങ്ങളിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള എൻ്റെ പ്രൊജക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊജക്ഷനാണ് ഇവിടെ പാമ്പിനെ കാണിപ്പിച്ച് തന്നെ എനിക്ക് തന്നത്. ഇതാണ് ദിസ് ഈസ് ഹൗ ദ വേദാന്ത അപ്രോച്ചസ് ദിസ് തിങ്. Now let us look at a little bit more in detail. അപ്പോൾ കയറ്, അപ്പൊ ഇനി അതിനു മുമ്പ് നമുക്ക് വേദാന്തത്തിന്റെ ഒരു ഡെഫിനിഷൻ കൂടെ നമുക്ക് വളരെ ക്ലിയർ ആക്കണം. ഒന്ന്, ദാറ്റ് വിച്ച് ഓൾവേസ് എക്സിസ്റ്റ് ഓർ എവർ എക്സിസ്റ്റ്, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന സാധനത്തിനെ സത്ത് എന്ന് പറയും. ഓക്കെ, സച്ചിദാനന്ദം, ബ്രഹ്മൻ, ഓൾവേസ് എക്സിസ്റ്റ്. സോ ദാറ്റ് വിച്ച് ഓൾവേസ് എക്സിസ്റ്റ് ഈസ് കോൾഡ് ആസ് സത്ത്. ഇനി ദാറ്റ് വിച്ച് നെവർ എക്സിസ്റ്റഡ് ഈസ് അസത്ത്. ഒരിക്കലും ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത സാധനത്തിനെ അസത്ത് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ പറയുന്ന തെറ്റിദ്ധാരണയിൽ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ തെറ്റിദ്ധാരണയിൽ വരുമ്പോൾ സ്നേക്ക് ഈസ് ഇമാജിനറി അല്ലെ? നമ്മളെ ഒരു പുറത്തുനിന്ന് തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ സ്നേക്ക് ഇമാജിനറി ആയിരുന്നല്ലോ. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് റിയൽ. അത് റിയൽ അല്ല. സോ അത് ഇറ്റ് ഈസ് നോട്ട് സത്തല്ല. സ്നേക്ക് എന്ന് പറയുന്നത് സത്തല്ല, ഇറ്റ് ഈസ് നോട്ട് റിയൽ. ഇനി സ്നേക്ക് ഈസ് റിയൽ അറ്റ് ദ ടൈം ഓഫ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്നേക്ക് റിയൽ ആയിരുന്നില്ലേ? ഇറ്റ് ഈസ്. അപ്പോ ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് അസത്ത്. അത് അസത്വമല്ല. അപ്പൊ സത്തും അസത്വമല്ലാത്ത ഒരു സാധനം, വാട്ട് ഈസ് ദാറ്റ്? That is the crux of it. That is what
we experience and suffer because of the, ഇതിന്റെ ഈ ignorance കാരണം ആണ് നമ്മൾ ഈ എല്ലാ സഫറിങ്ങും നമുക്ക് ഉണ്ടാവുന്നത്. ഇഫ് ഇഗ്നറൻസ് വേർ, അപ്പൊ ഇനിയിപ്പോ നമ്മളെ നോക്കാം, ഇഫ് ഇഗ്നറൻസ് വേർ പെർമനന്റ്, ഇഗ്നറൻസ് പെർമനന്റ് ആയിരുന്നു വരിക, അപ്പൊ സത്താവും അത് അല്ലെ, ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല സത്താണെങ്കിൽ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇഗ്നറൻസ് മാറ്റാൻ പറ്റില്ല എന്നാവും. സോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഐ ഹോപ്പ് യു ആർ ഫോളോയിങ് മീ. ഓക്കെ, ignorance cannot be said to be ever existent. Never existent, sorry. Ignorance എപ്പോഴും അല്ല, അതുകൊണ്ട് അസത്വം അല്ല. സോ ഫോർ നമ്മൾ അതിന്റെ ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ. പാമ്പിനെ കണ്ടപ്പോഴുണ്ടായ എൻ്റെ ആങ്സൈറ്റിയും ഹാർട്ടിടിപ്പും പേടിയും ഒക്കെ റിയൽ ആണ് എനിക്ക്. ഇറ്റ് ഇസ് റിയൽ. ദെയർഫോർ ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റന്റ് എന്നും പറയാൻ പറ്റില്ല, സത്വമല്ല. വി സഫർ ബോണ്ടേജ്. ഇതിന്റെ ബോണ്ടേജ് ആണ് നമ്മൾ. ഹെൻസ് ഇഗ്നറൻസ് എന്ന് പറയുന്ന സാധനം, ഈ ഇഗ്നറൻസ് എന്ന് പറയുന്നത് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്നാണ് വേദാന്തം പറയുന്നത്. അതായത് നമുക്ക് ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി കനോട്ട് എക്സ്പ്ലെയിൻ ഫുള്ളി, ബിക്കോസ് ഇറ്റ് ഈസ് നീദർ സത് നോർ അസത്. ഇത് നമ്മുടെ ഇത് എന്താ വെച്ചാൽ ഇത് കോഗ്നിറ്റീവ് സയൻസ് വഴി നോക്കുകയാണെങ്കിൽ ദ പെർസെപ്ഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ലേ, ആ ഇതിപ്പോ നമ്മളെ പല ജീവിതത്തിലും നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവും രണ്ടുപേരും അങ്ങോട്ടും ഓരോ സംഗതികളെ കാണണം. അപ്പൊ ഓരോരുത്തരുടെ ആംഗിളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും കാണുന്നത് അവർ പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കണേ എന്നുള്ളത് പറയാൻ പറ്റണില്ല. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഓൾ ദിസ് കലഹം ടേക്സ് പ്ലേസ് in our material, all this confusion, because that ignorance നമുക്ക് മനസ്സിലാവുന്നില്ല. It is ഇതാണ് this power of the mind and the intellect working through the senses enmeshed in the gunas create this confusion of ignorance. അതാണ് മായ. That is maya. That ignorance is basically what maya is all about. അപ്പോ നേച്ചർ ഓഫ് ഇഗ്നറൻസ്, എന്നിട്ട് ഈ മായയുടെ ഇഗ്നറൻസിനെ പറ്റി പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ്, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നും പിടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. അനിർവചനീയം, ഇറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. വാട്ട് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ? ദാറ്റ് വിച്ച് ഈസ് നീദർ സത് നോർ അസത് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ജ്ഞാനവിരോധി. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു നോളജ് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വി ആർ ഓപ്പോസിറ്റ് ടു നോളജ്. വി ആർ നോട്ട് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്, ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ആർ misapprehending, because we don't we are not actually known because of the non apprehension of the truth അല്ലെ. എൻ്റെ ഭാര്യ അവര് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കാനേ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് and therefore I misapprehend certain the way that she is reacting, telling me something. So I fight with her. All those things happen. That is basically what Dhyana Virodhi. It is against knowledge. And it is Trigunatmakam. That is of the nature of three gunas. What are the three gunas? Knowledge, passion, and projection. That is basically, we are going to see that more and more of that in detail later. But so Maya, illusion, അല്ലെങ്കിൽ magic എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് വളരെ ഷാലോ ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാണ്ട് പറ്റില്ല, കാരണം ലാംഗ്വേജിൽ വേറെ വാക്കില്ല. അപ്പൊ അതുപോലെ ബട്ട് ഫോർച്ചുനേറ്റ്ലി മായ ഇസ് നൗ ആൻ ഇംഗ്ലീഷ് വേർഡ്, സോ ഇറ്റ് ഈസ് ഓക്കെ. നമുക്ക് മായ എന്ന് തന്നെ ഉപയോഗിക്കാം. ആൻഡ് അതിന്റെ റൂട്ടാണ് അഘടിത ഘടന, സംസ്കൃതത്തിൽ നിന്ന് വരുന്നത്. ദാറ്റ് വിച്ച് മേക്സ് ദ ഇമ്പോസിബിൾ പോസിബിൾ. അഘടിത ഘടന, അതാണ് മായ. ഓർ യാ മായ, യാ മാ സാ മായ, യാ മാ സാ മായ. ദാറ്റ് വിച്ച് ഈസ് നോട്ട് റിയലി ദർ ഈസ് മായ. ഇതാണ് അതിന്റെ എറ്റിമോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് മായ. സോ ഇനി നമുക്ക് ഇത് ഈ സെൽഫ് നമ്മുടെ മെറ്റീരിയൽ ഡൊമൈൻ മീഡിയത്തിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, മോഡേൺ സയൻസ് has also found that why it is happening. I will give you a small picture of it, even though I'm not going to go into the details of it, because that will become a totally different class then. So I will just mention that. It has been found that the last 10-15 years research, or 15-20 years maximum, 2000 ശേഷമൊക്കെയുള്ള റിസർച്ചിലാണ് അതൊക്കെ വന്നിരിക്കുന്നത്. മെമ്മറി പ്രെഡിക്ഷൻ മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അപ്പൊ അത് ഞാൻ വളരെ ബ്രീഫായിട്ട് അതിന്റെ ഐ എം നോട്ട് ഗോയിങ് ഗെറ്റിംഗ് ടു ദ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ദ വിഷൻ സൈറ്റ്, അത് ദ സൈറ്റ് നമ്മൾ കാണുമ്പോൾ അത് ഇറ്റ് ആക്ച്വലി ഈ സിഗ്നൽസ് ഒക്കെ കൂടി പോയിട്ട് നമ്മുടെ കോർട്ടിക്കൽ ലെയറിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആസ് 1 2 3 4 5 6 ലെയേർഡ് കോർട്ടക്സ് ആയിട്ടാണെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്.
അത് V1, V2, V3, V1, V2, V4, IT1, IT2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരെന്തെങ്കിലും ആയിക്കോട്ടെ. ഐ എം നോട്ട് getting into the details of which maybe some people who are into biological sciences, natural sciences, researching on that, and even people like Dr. Venugopal and all may be able to come up with the actual details. But at the moment I'm not. I'm just abstracting it to the knowledge, to the level that everybody understands. But namala V1, first layer of the cortical neurons, adil poyittu varuna light signals inde impinging ne, then what happens is it transfers that into the next higher level, to the next higher level, to the next higher level, to the next higher level, and to the next higher level of the cortex. Idu oru layers of abstraction aanu nadakkunnathu brain inde ullil, 6 layer cortical layer. Appo adu nammal, for example, it could be, I'm again, as a very it is not exactly like this, but then it is conceptually this happens like that. Appo adu features ne aadyam integrate കാണുന്നു. ഫീച്ചേഴ്സ്. അപ്പം ഞാൻ എൻ്റെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കുറേ ലൈറ്റ് സിഗ്നൽസ്, മില്യൺസ് ഓഫ് ലൈറ്റ് സിഗ്നൽസ് ആർ കമ്മിങ്, ഇംപിഞ്ചിങ് ഓൺ മൈ ഐ, ആൻഡ് ദെൻ എവറി സെക്കൻഡ് കണ്ണിങ്ങനെ അടഞ്ഞ്, നമ്മുടെ കണ്ണഞ്ചക്ക പുറമേയുള്ള ഐലിഡ്സ് അല്ല, ഉള്ളിലത്തെ പ്യൂപ്പിൾ അടയുന്ന ഇതാണ് സക്കേഡ് എന്ന് പറയുന്നത്. ഒരു സക്കേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് ഹോളിൽ ക്യാമറ ഷോട്ട് എടുക്കണ മാതിരി ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ഒരു സെക്കൻഡിൽ 3 പ്രാവശ്യം അത് ചെയ്യുന്ന പറയുന്നത്. 3 സക്കേഡ് നടക്കുന്നുണ്ട്. അപ്പൊ 3 pictures every second is taken by the eye, and it impinges onto this first layer, where I am seeing various things, but I am not able to make any sense out of it. I am meaning that first layer. If suppose the neocortex in our human brain had only 1 layer, what will be the world that we'll be seeing? Can you imagine? Most of us, of course, assuming that, then of course we would not have progressed that much. അപ്പോൾ നമുക്ക് പ്രാന്താശുപത്രികളൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നാലും ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് പറയാം, അങ്ങനെ ഒരു മാത്രമേ ലെയർ ഉണ്ടായിരുന്നെങ്കിൽ we would be landing up in the lunatic asylum. നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇറ്റ് ഈസ് എ കാവോട്ടിക് വേൾഡ് ദാറ്റ് വിൽ ബി സീയിങ് ഫസ്റ്റ് ലെവൽ. അപ്പൊ അതിനെ അവിടുന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് ന്യൂറോൺസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും സിഗ്നൽ, വേർ ദർ ഇസ് സം ഇന്റഗ്രേഷൻ ഹാപ്പനിങ്, വേർ ദീസ് ഫീച്ചേഴ്സ് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ ടു ഒബ്ജക്ട്സ്. ഇപ്പൊ നമ്മുടെ മൂക്കിന്റെ കോർണർ, കണ്ണിന്റെ, ഒരാളുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ എന്റെ ഈ സക്കേഡ്സ് ഫിക്സ് ചെയ്യുന്നത് പല സ്ഥലത്തായിരിക്കും. അപ്പൊ ഐ എം സീയിങ് എ കാവോട്ടിക് പിക്ചർ, ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് generalized into objects, കണ്ണ്, മൂക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞിട്ട്, ആൻഡ് സെമാന്റിക്സ് ഗിവ്സ് മീനിങ് ടു ദോസ് തിങ്സ് നെക്സ്റ്റ് ലെവലിലേക്ക്. സോ ഇറ്റ് പൊസിഷൻസ്, കണ്ണ് എവിടെ ഉണ്ടെങ്കിൽ മൂക്കായിട്ട് താഴെ ഉണ്ടാവും, മറ്റേ അതിന്റെ താഴെ വായ ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പൊസിഷനിങ് ഒക്കെ നമ്മൾ അതിന് മീനിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്, സെമാന്റിക്സ്. And then, there are 3 other levels of integration that happens. The brain does that. Space integration. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ പൊസിഷനിങ്ങിനും അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മൾ ചരിഞ്ഞിരിക്കുകയാണെങ്കിലും നേരെ ഇരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാരെ, അല്ലെ? ഈവൻ വെൻ യു ആർ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ആരായിരിക്കണേന്ന്, എനിക്ക് പറ്റും. കാരണം that is how the brain works. The space and also time. 10 കൊല്ലം മുമ്പ് നിങ്ങളെ കണ്ടത് ഇന്ന് പെട്ടെന്ന് കാണുകയാണെങ്കിൽ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വിത്ത് ലോട്ട് ഓഫ് ചേഞ്ചസ്. അപ്പൊ ടൈം ഇൻവേരിയന്റ് ആക്കി മാറ്റും അതിനെ. സ്പേസ് ഇൻവേരിയൻസ്, ടൈം ഇൻവേരിയൻസ്, ആൻഡ് ദെൻ ദ ഫൈനൽ ലെവൽ ഈസ് അബൌട്ട് ദ കോസ് എഫക്ട് റിലേഷൻഷിപ്സിന്റെ ഇതൊക്കെ ആയിട്ടുള്ള ഫൈനൽ ഇന്റഗ്രേഷൻ. ഇങ്ങനെ വന്നുമ്പോൾ ഐ ഗെറ്റ് എ സ്റ്റേബിൾ പിക്ചർ ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ്, എ മീനിങ് വേൾഡ് ഇൻ ദി ഔട്ട്സൈഡ് ഡൊമൈൻ. അത് ഇറ്റ് ഈസ് ഹാപ്പനിങ് from because of our senses. ഈ സെൻസസ് ഇതിൽ എവിടെ എന്താ വെച്ചാൽ ഇവിടുന്ന് സിഗ്നലിന് താഴേന്ന് മുകളിലേക്ക് മാത്രമല്ല പോകുന്നത്. ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് വി ഹാവ് ഫൗണ്ട്. അതായത് ഇത് ഓരോ ലെവലിലും ആ താഴത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ന്യൂറോൺ ഇവിടുന്നുള്ള ഇൻപുട്ടും ഇവിടുന്ന് മുകളിൽ നിന്നുള്ള ഇൻപുട്ടും എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽസ് ആർ ഗോയിങ് അപ്വേർഡ് ആൻഡ് ഓൾസോ ഡൗൺവേർഡ്. അതായത് this is the reason why നമ്മൾ when we are seeing things, we are also not being always run by what is in the outside. My mind is also telling. മൈൻഡാണ് ഇതൊക്കെ, മൈൻഡിന്റെ ഫംഗ്ഷനിങ് ആണത്. എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇൻപുട്ട് വരുന്നുണ്ട്. എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ കാണുന്നത് എനിക്ക് പുറമേ കാണുന്നത് മാത്രമല്ല, ഞാൻ അതിന്റെ ഉള്ളിലേക്ക് ഇടുന്നത്. ഐ സീ വാട്ട് ഐ വാണ്ട് ടു സീ, അല്ലെ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയാണ്, എൻ്റെ ഭാര്യയെ അടുത്ത് ഞാൻ കലഹിക്കുമ്പോൾ ഭാര്യ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഐ എം സീയിങ് ഓൺലി വാട്ട് ഐ വാണ്ട് ടു സീ, ആൻഡ് therefore the confusion occurs. So Maya is taking place because of the structure of the way the hardware is implemented in nature, and it has come out and it is progressing. ഇത് മുഴുവൻ ഇത് എത്രയോ millions of years ആയിട്ട് എവല്യൂഷൻ വഴി വന്നിരിക്കുന്നതാണ്. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് and it will keep on developing. I would expect more and this is a conjecture. Just imagine, you don't have to take it. Maybe 7th and 8th layer ഒക്കെ വരും, where there will be some sort of feature integration, object integration, semantic integration, spatial invariance, time invariance, and cause effect synchronization, or
abstraction നടക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിൽ മേ ബി വിൽ ഹാവ് ലേയേഴ്സ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ഹാവ് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ, സ്പിരിച്വൽ ഇന്റഗ്രേഷൻ, highest level, so that we get, എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ immediately they know what self is. We don't know, it can happen maybe a millions of years from now, and so people will be all transcendental personalities ആയി മാറാം. കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. So it could happen, so this is how the things are taking place. And if ഇതിൽ തന്നെ ഈ നിയോകോർട്ടിക്കൽ ലെയേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ട്, നമ്മുടെ മായ ഉണ്ടാവുന്നതിന്റെ വേറൊരു സംഗതി ഇവിടെ നമ്മൾ പറഞ്ഞു, മിഡിൽ ലെവൽ. ഇവിടെ ഇന്റലക്ട്, മൈൻഡ്, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇന്റലക്ട് ആണ് കേട്ടോ, ബ്രെയിൻ, നമ്മുടെ ഇന്റലക്റ്റിന്റെ വർക്കിംഗ് ആണത്. കാരണം ഇതെല്ലാം എൻ്റെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ആണ്. ഈ പറയുന്ന abstraction and generalization and all those things are intellectual capabilities. പക്ഷേ what is happening is ഈ neocortical layerൽ വെച്ചിട്ട് അവസാനിക്കുന്നില്ല. അവിടുന്ന് through the limbic system, hippocampus and hypothalamus and all those things, it goes, it sends a signal through this middle portion of the brain or the old part of the brain, and then that is the emotional part, hippocampus and all those, and the details like ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. And then through our deeper memory systemത്തിന്റെ ഉള്ളിലേക്ക് പോയി ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഡാറ്റയും ഇമോഷൻസ് ആയിട്ട് മിക്സ് ചെയ്ത് ഈ പറയുന്ന റാഷണലൈസേഷൻ നടത്തിയിട്ട് നമ്മുടെ മോട്ടോർ കൺട്രോളിലേക്ക് കൊടുക്കുകയാണ്. And from the motor control, then it controls the muscles and all for the karmendriyas to act in this world. So it is not only the intellect, the mind and the senses play a significant role in the മനസ്സിലായില്ലേ? This is basically what is happening, and all this creates what is called as the apparition of the self. അതാണ് വേദാന്തത്തിൽ പറയുന്നത്. So I think we have to, if we see this through the eye of science, what the Vedanta postulated, without going into any other dogmatic philosophies of Vedanta, but pure Vedanta, then we actually start appreciating the fact that the thought processes that were generalized as the Upanishads or the Vedanta, the people who did that had a lot of insight, of wisdom, without actually resorting to science. But അത് അവിടെ വെച്ച് നിർത്തിയത് കൊണ്ട് പ്രശ്നമാണ്. അതിനെ സയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്യണം, നമ്മൾ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് അതിന് വേദാന്തത്തിന് വാല്യൂ വരുന്നത്. And I think that is what we should do, and our youngsters should be given that പൈതൃകം അത് നമുക്ക് കൊടുക്കണം. അപ്പോൾ we will have that. നമ്മുടെ പഴയ ഇതൊക്കെ എവല്യൂഷന്റെ സ്റ്റേറ്റ്സ് ആണ്. ആ എവല്യൂഷണറി ആയിട്ടുള്ള ഒരു, അപ്പൊ എന്താ പറ്റുന്നത്, നമ്മുടെ മാനസികമായിട്ടുള്ളൊരു വികാസമാണ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വികാസം നമുക്ക് ഉണ്ടായിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങളിലൊക്കെ വരുന്നതായിട്ടുള്ള ആ കർമ്മയോഗത്തിൽ പറഞ്ഞതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഓഫ് സക്സസ് എന്ന് പറയുന്നതായിട്ട്, അതായത് എക്സ്പാൻഷൻ, എൻറിച്ച്മെന്റ്, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി ഫോർ സസ്റ്റൈനബിലിറ്റി, ഇൻക്ലൂഷൻ എക്സെട്ര എന്നൊക്കെ പറയുന്ന വാല്യൂ സിസ്റ്റംസ് ഗീത പറയുന്നത്, അതിലേക്ക് നമുക്ക് എല്ലാവരെയും എത്തിക്കാൻ സാധിക്കണം. ഓക്കെ, റിയലിസ്റ്റിക് വേൾഡ്, ബട്ട് കീപ് ഓൺ ഡൂയിങ് ദാറ്റ്. ഇഫ് യു ക്യാൻ ഡു ദിസ് to at least 10 small children or 10 youth, forget about thousands, give it to 10 people, and that at least light that lamp. That is what Vedanta നമുക്ക് വേദാന്തം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ so basically okay, അതിന്റെ let me just go through this. Okay, so that is Maya, and this is basically what it is. Avada, in fact, these things are explained in a book, on intelligence by Jeff Hawkins. Jeff Hawkins ആണ് ആദ്യത്തെ പാം പൈലറ്റ് മെഷീൻ ഒക്കെ ഉണ്ടാക്കിയത് 1960s 70s. നമ്മുടെ ഇന്നിപ്പോ മൊബൈൽ ഫോൺ ഒക്കെ ഇല്ല, അതിൻ്റെയൊക്കെ പ്രീകഴ്സർ, and he was such a person who did that, and he actually is a palm computing അതിന്റെ pioneering those technologies. And he has അതിനുശേഷം പിന്നീട് later on he went into neuroscience, full-time neuroscience-ലേക്ക് കടന്നു പുള്ളി, founding the Redwood Center for Theoretical Neuroscience. And they are doing a lot of research in what is called as, ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇറ്റ് ഈസ് റിയലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ ഇന്റലിജൻസ്. അപ്പൊ നാച്ചുറൽ ഇന്റലിജൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള മെഷീൻ ഇന്റലിജൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിനെ പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അതാണ്, ദാറ്റ് ഈസ് in fact my interest also into this area came only through that. And then I see the commonality of logic, philosophy. That is what I am trying to integrate. Appo ee parayunna inna there is a research area which is called as cognitive algorithms. Adayathu algorithms that mimic the way the brain works, and then to apply that in actual real world problems. Then we can see we should be able to see amplify the machine intelligence. Adana nammude uddesham. Okay, so that is beside the point.
Okay, now, so this is how our physical device is giving us the Maya or the ignorance. Okay, and what is that ignorance is what we have been describing. അപ്പോൾ ഇവിടെ ഈ ഇഗ്നറൻസിന് തന്നെ വേറെ അപ്പലേഷൻസ് ഉണ്ട്, സിനോണിംസ് ദാറ്റ് വി യൂസ് ഇൻ സാൻസ്ക്രിറ്റ്. അജ്ഞാനം എന്ന് പറയുന്നത് മായ തന്നെയാണ്, അതിന് മായ എന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് ഇഗ്നറൻസ് ഈസ് മായ എന്നൊക്കെ നമ്മളിങ്ങനെ ഈ വാക്കുകൾ നമ്മൾ വെറുതെ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇഗ്നറൻസ്, പക്ഷെ വെൻ വി നോ ഇറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്, ദ ഫുൾ കോണ്ടെക്സ്റ്റ്, ദെൻ വി വിൽ അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ അവിദ്യ എന്ന് പറയും, അതും ന വിദ്യതേ ഇതി അവിദ്യ. അവിദ്യ ഇസ് ദാറ്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ ദർ. So avidya, shakti, it is also called as a power, shakti. But we confuse it with a power that is already, no, it is not. It is the power that has happened because of this. So it is also called as a shakti because it is actually a shakti, the physical shakti, the physical power of the self. When it is expressing through a physical medium, automatically this comes because of the gunas. The material things have always a guna, the mass, inertia, and motion. അത് നമ്മൾ ഇംഗ്ലീഷ് ടേം, സയന്റിഫിക് ടേംസിൽ പറഞ്ഞാൽ മാസ് വരുന്നു, ആ മാസ് വന്നുകൊണ്ട് മോഷൻ, ഇനർഷ്യ ആൻഡ് എന്ന് പറയുന്നതായിട്ടുള്ള റിതം, മോഷൻ ആൻഡ് ഇനർഷ്യ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. റിതം ഈസ് ഹാർമോണിക് മോഷൻ ആൻഡ് erratic random motion is rajas, the other one is sattva, and then inertia, that is basically what is tamas. അപ്പോൾ ഇതൊക്കെ ശക്തി, ഫണ്ടമെന്റൽ ശക്തികളാണ്, I mean, in the physical world. And this is something happen. This is how the nature of matter is. So that is basically what. അപ്പോൾ ഇത് ഇപ്പോൾ വേറെ വിധത്തിലാണ് ഇനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അത് I will talk about that also later on in the 9th chapter. 9th chapter ഇപ്പം നമ്മൾ യൂണിവേഴ്സാലിറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. 9ലേക്ക് എത്തുമ്പോൾ ബ്രഹ്മൻ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയണം. അപ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അത് സയൻസ് ഇപ്പോൾ പറയുന്നുണ്ട് പലത്, അത് അതിനെ പറ്റിയിട്ടുള്ള കോൺജക്ചർ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് ബിക്കോസ് ഓഫ് ദ 4 ഫോഴ്സസ് ദാറ്റ് വി ഹാവ്, ദി ഇലക്ട്രോമാഗ്നറ്റിസം, ഗ്രാവിറ്റി ആൻഡ് വീക്കൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ യൂണിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഗ്രാവിറ്റി സ്റ്റിൽ അവിടെ എങ്ങും തൊടാണ്ടെന്ന് പറയാൻ പറ്റില്ല. വി ഹാവ് സ്റ്റാർട്ടഡ് ഗ്രിപ്പിംഗ് ഇറ്റ്, ബട്ട് ദെൻ ഇറ്റ് ഇസ്. എന്നാൽ അൾട്ടിമേറ്റ്ലി എവരിബഡി സയൻസ് ഇസ് കോൺജക്ചറിങ് പ്യുവർ എനർജി. അതൊക്കെ ഒരു ടേം, പ്യുവർ എനർജി. അപ്പൊ പ്യുവർ എനർജി എന്ന് പറയുന്നത് ഒരു ഓർ ക്വാണ്ടാ ഫോട്ടോൺസ്, ഫോട്ടോൺ എന്ന് പറയാം, ഫോട്ടോൺ എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ പ്യുവർ എനർജി എന്ന് പറയാം. വാട്ട് ഈസ് ഫോട്ടോൺ? ഫോട്ടോൺ ഈസ് എ മാസ്ലെസ് എൻറ്റൈറ്റി. What is the quality of a massless entity? Then it can travel beyond the speed of light. That happens that അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സാധനം, if we can travel beyond the speed of light, it will be there, or it will be in Australia, or it will be in the US or India at the same time, because it can travel, it is massless. അങ്ങനെ ഒരു അല്ലേ? അപ്പോൾ ഫോട്ടോൺ ഈസ് എ മാസ്ലെസ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോൺ ഈസ് എ വെരി വെരി അർത്ഥം. And what is Brahman? Photon. അല്ല, I mean, you don't have to worry about that. So that the Brahman is everywhere. It is not nothing. It is fullness everywhere. Adana Brahman എന്ന് പറയുന്നത്. അപ്പോൾ we will come to that in 9th chapter. So basically ഈ പറയുന്ന മായക്ക് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഈ മായ അതായത് 2 വിധത്തിലാണ് അതിനെ പറയുന്നത്. ഒന്ന് ദ ഡോർമെന്റ് മായ ആൻഡ് ദി ആക്റ്റീവ് മായ. അപ്പോൾ ഇനീഷ്യലി ബിഫോർ ദ യൂണിവേഴ്സ് വാസ് ക്രിയേറ്റഡ്, മായ വാസ് ഡോർമെന്റ് ഇൻ ദ പവർ ഓഫ് ബ്രഹ്മൻ എന്ന് പറയാം. അപ്പൊ അതിനെ പ്രധാന എന്നാ പറയുന്നത് മായക്ക്, അതിനുള്ള പേരാണത്. ടെൻഡൻസി ഫോർ ക്രിയേഷൻ ഇസ് ഡോർമെന്റ് വെൻ ദ ഗുണാസ് ആർ ഇൻ ഇക്വിലിബ്രിയം. ദർ ഇസ് നത്തിങ്. We don't know. We cannot even conjecture about that because our mind is a physical entity, a result of the material world, and we are trying to think about something which is transcending that is very difficult. So at the term, at least the Vedanta has defined a term for it, the Shakti, Pradhana. And then when there was an imbalance in the gunas, what happened was Prakriti. It became Prakriti. Pradhana became Prakriti. What is that Prakriti? Maya loses its quiet stability, becomes functional and capable of creation when Rajas and Tamas predominate. അതാണ് ആ സത്വിക് ആയിട്ടുള്ള നോളജിൽ ആ രജസും ഇതും വന്ന് ഒരു ബാലൻസ് ആയിട്ട് അങ്ങനെയാണ് ബിഗ് ബാങ്ങോ വാട്ടവർ. അതൊക്കെ നമുക്ക് all those things are conjectures. We don't have to worry about them. But just to introduce those terms, Pradhana and Prakriti. Then the power of their Maya. ഈ പവറിന് 2 ശക്തികളാണുള്ളത്. അതിന്റെ പവർ അതാണ് ഒന്ന് ആവരണ ശക്തി. അതാണ് that is what we saw. The moment it powers our intellect, ego and ownership takes over and I completely forget the Shakti. I put a veil over the self. Adana Shakti, Adana power. That is the fundamental power, the veiling power. And then consequently, because of that, Vikshaya Shakti, projecting power, we start projecting. And we project the snake on the rope. Misapprehension. Other.
Non-apprehension and misapprehension because of the Avarana Shakti and the Viksheva Shakti is the powers of Maya. അപ്പോൾ ദാറ്റ് ഈസ് ബേസിക് റോപ്പ് സ്നേക്ക് തിയറിയിൽ വരുന്നതാണ് രജു സർപ്പവാദം എന്നാണ് അതിനെ വേദാന്തത്തിൽ പറയുന്നത്. രജു സർപ്പവാദം, റോപ്പ് സ്നേക്ക് തിയറി. ഇഗ്നറൻസ് എന്താണ്? നോട്ട് സീയിങ് ദ സ്ട്രക്ചർ ഓഫ് ദ റോപ്പ്. റോപ്പിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫൈബേഴ്സ് ഒക്കെ ഇല്ലേ, അതെനിക്ക് കാണാൻ പറ്റുന്നില്ല ഇരുട്ടത്ത്. സോ ഐ എം നോട്ട് സീയിങ് ദ സ്ട്രക്ചർ ഓഫ് ദ റോപ്പ്. പിന്നെ നോളജ് എന്താ? ഇവിടുത്തെ നോളജ് എന്താ? നോളജ് ഈസ് ഹാഫ് നോളജ് ആണത്. വാട്ട് ഈസ് ദാറ്റ്? ഷേപ്പ് ഓഫ് ദി ഒബ്ജക്ട് ആസ് ലോങ് ആൻഡ് സിലിണ്ടറിക്കൽ. എനിക്ക് ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്, ലോങ് ആൻഡ് ഇറ്റ് ഈസ് സിലിണ്ടറിക്കൽ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദെർഫോർ ഐ പ്രൊജക്ട് വിക്ഷേപം, ഇൻഫറൻസ്. വാട്ട് ഈസ് ദാറ്റ്? ദ കൺക്ലൂഷൻ ദാറ്റ് ദ റോപ്പ് ഈസ് ദ സ്നേക്ക്. This is what is happening. Okay. അപ്പോൾ സെൽഫ് ആൻഡ് നോട്ട് സെൽഫിന്റെ അതിനുള്ള അനാലജി ആണത്. ഇഗ്നറൻസ് എന്താണ്? നോട്ട് സീയിങ് ദ റിയൽ നേച്ചർ ഓഫ് ദ സെൽഫ് ആസ് സച്ചിദാനന്ദം, അത് കാണുന്നില്ല. നോളജ് എന്താണ്? ദ എക്സ്പീരിയൻസിങ് ഓഫ് ദ സെൻസ് പ്ലഷേഴ്സ് ആസ് റിയൽ. Therefore, inference, the conclusion that experience of self pleasure and those material, that is me, not self is the self എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നു. അതാണ് രജു സർപ്പവാദം. ദിസ് ഈസ് ആക്ച്വലി, അപ്പൊ ഇത് എക്സാമ്പിൾ പറയണമെന്നുള്ളൂ. പക്ഷെ നമ്മൾ സയന്റിഫിക്കലി വി സോ ദാറ്റ് ദ പെർസെപ്ഷൻ പവേഴ്സിന്റെ ലിമിറ്റേഷൻസ് ആണ്, ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഓഫ് ദ മെറ്റീരിയൽ അപ്പാരറ്റസ് ദാറ്റ് ഗിവ്സ് us the power of perception. അപ്പൊ അത് ദിസ് ഈസ് ബേസിക്കലി ശങ്കരാചാര്യരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ദ പ്രിഡിക്കമെന്റ് ഓഫ് ആവറേജ് പെർഫോമേഴ്സ് ക്യാൻ ബി. നമ്മളിപ്പോൾ അത് പെർഫോമൻസ്, നമ്മളുടെ ഔട്ട്വേർഡ് വേൾഡിൽ പെർഫോമൻസും സക്സസും സെൽഫ് ആക്ച്വലൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ദ പ്രെഡിക്കമെന്റ് ഓഫ് ആവറേജ് പെർഫോമേഴ്സ് എന്താണ്? സാധാരണക്കാരുടെ ആവറേജ് പെർഫോമേഴ്സിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ദ ഇഗ്നറൻസ് ഓഫ് ദ സെൽഫ് ബീയിങ് ദ റോഡ് ബ്ലോക്ക് ടു സെൽഫ് ആക്ച്വലൈസേഷൻ. എൻ്റെ ഉള്ളിലത്തെ ശക്തികൾ, the capabilities of the self, the infinitude of the self, and the magnificent capabilities that infinite power can give to your body, mind and intellect to create the various skill sets, etc. ദേവന്മാരെ ഉണ്ടാക്കാനായിട്ടുള്ള എൻ്റെ കഴിവിനെ ഞാൻ മറച്ചു വെക്കുന്നു. എനിക്ക് because of the ignorance I am not doing it, and therefore I exist in what is called as the comfort zone. നമ്മൾ ചെറിയ സംഗതികളൊക്കെ ചെയ്ത് അത് മതി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്നു. നേരെ മറിച്ച് ദ മൊമെന്റ് യു ആർ പ്രൊപ്പൽഡ് ബൈ ദ പവർ ഓഫ് ദ സെൽഫ് ആൻഡ് യു നോ വൈ ഐ ആം കറന്റ്ലി ലിമിറ്റഡ് എന്നുള്ള ബോധം എനിക്ക് വരുമ്പോൾ ഐ സ്റ്റാർട്ട് സ്ട്രൈവിംഗ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ, ടു എക്സ്പാൻഡ് മൈ സെൽഫ്, ടു ലിബറേറ്റ് മൈ സെൽഫ് ഫ്രം ദ ലിമിറ്റേഷൻസ് ഓഫ് മൈ തിങ്കിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്നു. സോ ശങ്കരാചാര്യ എക്സ്പ്ലെയിൻസ് ദിസ് ഇൻ ആത്മബോധ വേഴ്സ് 15. എന്താണ്? ജസ്റ്റ് ആസ് ദ പോസ്റ്റ്. ഇവിടെ സ്നേക്ക് റോപ്പ് തിയറിക്ക് പകരം ഗോസ്റ്റ് പോസ്റ്റ് തിയറി എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പോസ്റ്റ് പുറമെ ഇരുട്ടത്ത് ഒരു ഗോസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സെയിം തിങ്. പോസ്റ്റ് ഗോസ്റ്റ് തിയറി എന്ന് ആണ് പറയാം. ജസ്റ്റ് ആസ് ദ പോസ്റ്റ് ഈസ് ഇഗ്നറന്റ്ലി ടേക്കൺ ടു ബി എ മാൻ, സോ ടു ദ സുപ്രീം റിയാലിറ്റി self is ignorantly considered to be the jiva because of ignorance. The jiva bhava is destroyed when the real nature of the jiva is recognized to be the supreme self. ഞാൻ supreme self ആണ്. അതിന്റെ മുകളിൽ എൻ്റെ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഉപയോഗിച്ചിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഞാൻ എൻ്റെ മൈൻഡ് എൻ്റെ ഇന്റലക്ട് തന്നെ നടത്തിയിരിക്കുന്നു. ആൻഡ് therefore I am limited എന്നുള്ള ഇത് വരുന്നു. എന്നിട്ട് I am being the enjoyer and the doer and the enjoyer. കർത്തൃത്വ അബോധൃത്വ ഭാവ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നു ജീവൻ. The bondage of ignorance leads to endless suffering of hope and despair, and the jiva bound by the notions of doership and enjoyership. Kartrutva, bhoktritva, bhava. Our bondage of ignorance leads us to the cocooning of our own capabilities, to limit cycles of performance. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അതാണ് നമ്മൾ അതാണ് കാണേണ്ടത്. Leading to below par utilization of our own potentials and a consequent life of hope and despair. Average performance like പോകുന്നു. Breaking away from comfort zones is but a natural corollary to the realization of the infinite powers of the self inside. അത് ടാപ്പ് ചെയ്യാനായിട്ടുള്ള, ഞാൻ ആ സെൽഫാണ്, ബ്രഹ്മമാണ്, ഇൻഫിനിറ്റ് ആണെന്നുള്ള ബോധം എനിക്ക് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് യൂണിവേഴ്സൽ പവർ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് ജ്ഞാനവിജ്ഞാന യോഗത്തിലൂടെ. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതുപോലെയുള്ള സ്റ്റെപ്പുകളാണ് അടുത്തൊക്കെ. പവേഴ്സ് ഓഫ് മായ, അത് ഓക്കെ, അത് നമ്മൾ കണ്ടു. സോറി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇല്യൂഷൻ ഓഫ് പെർസെപ്ഷൻ ഇസ് ദ പ്രോബ്ലം അല്ലെ? ഇല്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നത്? ബിക്കോസ് ഓഫ് നോളജ് പ്ലസ് ഇഗ്നറൻസ് പ്ലസ് അപ്രിഹെൻഷൻ അല്ലെ? നോളജ് ഉണ്ട്, കുറച്ച് നോളജ് ഉണ്ട്, കുറേ ഇഗ്നറൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ നോളജ് ഉണ്ട്, കുറേ ഇഗ്നറൻസ് ഉണ്ട്, പ്ലസ് അതിന്റെ
റിസൾട്ടായിട്ടുണ്ടാവുന്ന അപ്രിഹെൻഷൻ, അതായത് ധാരണകൾ, അപ്രിഹെൻഡിങ്, ധാരണ, നോളജ്, ഇഗ്നറൻസ്, അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് ഇല്യൂഷൻ. അപ്പൊ എനിക്ക് ഇഫ് ഇഗ്നറൻസ് വാസ് നോട്ട് ദർ, വാട്ട് ഹാപ്പൻസ്? ഫുൾ നോളജ്, യുവർ അപ്രിഹെൻഷൻ വിൽ ബി 100%. അല്ലേ? റൈറ്റ്? സോ ഇഗ്നറൻസ് മാറ്റലാണ് ഉദ്ദേശം. അപ്പൊ ഇഗ്നറൻസ് നടുവിലുണ്ട്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ദാറ്റ് ഈസ് വൈ ദ ഇല്യൂഷൻ ഇസ് ഒക്കറിങ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? മിസ്അപ്രിഹെൻഷൻ, ബിക്കോസ് ഓഫ് ദ നോൺ അപ്രിഹെൻഷൻ ഓഫ് ദ ട്രൂത്ത്, മിസ്അപ്രിഹെൻഷൻ ഓഫ് റിയാലിറ്റി. ദാറ്റ് ഈസ് ഇല്യൂഷൻ. അതെന്താ? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പെർസെപ്ഷൻ. അതുകൊണ്ടാണ് ഇല്യൂഷൻ ഓഫ് പെർസെപ്ഷൻ എഴുതുന്നത്. അപ്പൊ വാട്ട് ഈസ് പെർസെപ്ഷൻ? Perception is something, is a combination of sensing, feeling, and judging. Sensing through the senses, feeling of the mind, and judging of the intellect. Body, mind, and intellect. Adana perception. So illusion of perception is composed of two things: knowledge, ignorance, apprehension, and sensing, feeling, and judging of the body, mind, and intellect. ഇത് രണ്ടുമാണ്. ഇനി ഈ രണ്ട് സംഗതികൾ എവിടെയാണ് ഉണ്ടായേക്കണത്? ഇറ്റ് ഈസ് ഓൾ വിതിൻ us as consciousness of awareness. Within this space time object world, അതിൻ്റെ ഉള്ളിലാണ് അതൊക്കെ, അല്ലെ? ഫിസിക്കൽ മെറ്റീരിയൽ വേൾഡിൽ. ആൻഡ് ദാറ്റ് സെൽഫ്, അതിനെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാ? സെൽഫാണ്. ദ പവർ ഓഫ് എക്സിസ്റ്റൻസ് വിതിൻ us. ഓക്കെ, അത് ഇനി ദാറ്റ് ഗിവ്സ് റൈസ് ടു വാട്ട് ഈസ് കോൾഡ് ആസ് ജീവഭാവ, എൻജോയർഷിപ്പ്. നമുക്ക് ഉണ്ടാക്കി തരുന്നു. അതാണ് ജീവഭാവം എന്ന് പറയുന്നത്. Within, which is limited in space, time, and objectivity. Objectivity എന്നുള്ള വാക്ക് ഉപയോഗിക്കണ്ട. Space, time, and the world of objects. അതിൻ്റെ ഉള്ളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഡൂവർഷിപ്പ്, എൻജോയർഷിപ്പ് ആണ് ജീവഭാവം എന്ന് പറയുന്നത്. The consciousness that gives rise to that limited consciousness, that is ജീവഭാവ. ഇനി this self, what is this self? Is the Purusha, the energy within me. Okay, and that term, Jana, Sanskrit term, just to make sure that we connect everything with it. Purusha is that self, or that energy within us. And the Prakriti, ആ പ്രകൃതിയാണ് ഈ പറയുന്ന കോൺഷ്യസ്നെസ് ഉണ്ടാക്കി തരുന്നത്. കോൺഷ്യസ്നെസിന്റെ മറ്റേ റിഫ്ലക്റ്റഡ് പോർഷൻ ഓഫ് ദാറ്റ്, വിച്ച് ഈസ് ദ ഫിസിക്കൽ തിങ്. അപ്പൊ ഇറ്റ് ഈസ് ഇൻ സയന്റിഫിക് ടേംസിലെ എനർജി പ്ലസ് മാറ്റർ പ്ലസ് ഫിനോമിനൽ ലോസ്, മൂന്ന് സംഗതികൾ അവിടെ ഉണ്ട്. പ്രകൃത പ്ലസ് പുരുഷ പ്ലസ് what something else. What is that? The phenomenal powers, അല്ലെങ്കിൽ അതിന്റെ and the laws governing the phenomenal powers, അതൊക്കെ കൂടി ചേർന്നതാണ്. That is, therefore that becomes the universe. And അത് എവിടെ നിന്നുണ്ടായി? അതാണ് നമ്മൾ, that is something which science has not finally reached. We and Vedanta has conjectured. We will also conjecture for the time being. What is that? It is the infinite. It is that infinity which is pure energy plus pradhana, പൊട്ടൻഷ്യൽ മാറ്റർ. പൊട്ടൻഷ്യൽ ആണത്, എനർജി. അതെങ്ങനെയുണ്ട്? അത് വി ഡോണ്ട് നോ. ബ്രഹ്മം, ഇൻഫിനിറ്റ്. അതിൽ നിന്നാണ് പുരുഷനും പ്രകൃതിയായിട്ട് ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായതും. എനർജി പ്ലസ് മാറ്റർ പ്ലസ് ഫിനോമിനൽ ലോസ്, ദാറ്റ് ഗിവ്സ് റൈസ് ടു ദ ഇൻഡിവിജ്വൽ സെൽഫ്, വിച്ച് ഗിവ്സ് ഈച്ച് വൺ ഓഫ് ദ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് വിതിൻ ദിസ് സ്പേസ് ടൈം ഒബ്ജക്ട് വേൾഡ്. Giving us knowledge, ignorance, apprehension powers. The three, knowledge, ignorance, apprehension ആണ് എന്താണ്? സത്വ, തമസ് ആൻഡ് രജസ് ആണത്. അതാണ് സത്വ, രജസ്, തമസ് എന്ന് പറയുന്നത്. ആൻഡ് ദി ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്, സെൻസസ് ആൻഡ് ഇന്റലക്ട്, അതാണ് ഗിവ്സിങ് ദി ഇല്യൂഷൻ ഓഫ് പെർസെപ്ഷൻ. This is how everybody is captured by Maya. This is Maya. Maya is the illusion of perception, and this happens in the material world. ഇങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ this is the scientific way of looking at things. The perception, power of perception. അതിലുണ്ടാവുന്ന മൂട് പടങ്ങളാണ് ഇതെല്ലാം. സോ അതിലെ ഉള്ളില് ഈ പറയുന്ന നമ്മളുടെ സ്പേസ് ടൈം ഒബ്ജക്ട് വേൾഡ് ഓഫ് ഒബ്ജക്ട്സിന്റെ ഉള്ളില് എങ്ങനെയൊക്കെ നമുക്ക് അത് കണ്ട് ഇതൊക്കെ അറിഞ്ഞു എന്ന്, ഇതൊക്കെ എന്തിനാ അറിയണേ എന്ന് ചോദ്യം വരും. ഇതൊക്കെ ആവശ്യമില്ല എന്ന്. പക്ഷേ യെസ്, നോ, വാട്ട് യു റിയലി റിക്വയർ ഇസ് വിതിൻ ദിസ് സ്പേസ് ടൈം ഒബ്ജക്ട് വേൾഡ്, if we can exist in the dharma, duty, action scenario. Dharma, duty, and action based on dharma and duty of sustainability, inclusion, and expansion, giving rise to creativity, productivity, and enrichment processes within our minds. ഈ മായ അധിഷ്ഠിതമായിട്ടുള്ള എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരത്തിനെ
ഞാൻ ധർമ്മ, ഡ്യൂട്ടി, ആക്ഷൻ എന്ന് പറയുന്ന സംഗതികളിൽ കൂടെ എനിക്ക് ഈ ജീവിതത്തിൽ ചെയ്തിട്ട് ഈ ലോകത്തില് സസ്റ്റൈനബിൾ ആസ് മച്ച് ആസ് പോസിബിൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. ദാറ്റ് ഈസ് വാട്ട് ഗീത ഈസ് ടീച്ചിങ് us. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഫസ്റ്റ് 6 chapters was telling us to do. ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് 6ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങളിൽ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് അർജുനന്. കർമ്മയോഗം. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് സീൻ. ഇനി ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ടേ പോയിക്കോളൂ, ഫൈൻ, ദാറ്റ് ഈസ് എനഫ്. ബട്ട് ഇഫ് സപ്പോസ് യു ആർ നോട്ട്, ഇതൊക്കെ അറിയാം എന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കാരണം അർജുനൻ അപ്പോഴും ഫയർഡപ്പ് ആയിട്ടില്ല. സോ അർജുനന് ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് കൃഷ്ണൻ എടുത്തത്. അതാണ് 7ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത്. അപ്പൊ കൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വാസ് ടെല്ലിങ് ഹിം, ലുക്ക്, യു ആർ ദിസ് യൂണിവേഴ്സൽ പുരുഷ പ്രകൃതി വിത്ത് ആൻഡ് ഫിനോമിനൽ ലോസ്. അതാണ് നീ. അത് മനസ്സിനും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ബ്രെയിനിന്റെ ഉള്ളിൽ കിടക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലിമിറ്റേഷൻസ് ആണ് ഇതൊക്കെ. സോ യു കം ഔട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് കൃഷ്ണ ഈസ് നൗ ടെല്ലിങ് ഫസ്റ്റ്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, പിന്നെ താഴേക്ക് പോവും. ഇംപ്രഷബിലിറ്റി ആൻഡ് ഇൻഫിനിറ്റിലേക്ക് വരും. ഇനി അക്ഷരബ്രഹ്മയോഗം 8, രാജവിദ്യ രാജഗുഹ്യ യോഗം 9 എന്നൊക്കെ പറഞ്ഞ് ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. വി വിൽ ഗോ ത്രൂ ദാറ്റ് ലേറ്റർ. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് നൗ. സോ വി ആർ ഇൻ ദിസ് വേൾഡ് and live in this world through karma yoga, but to get inspired, understand this 7th jnanam first. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ then to overcoming this delusion, there are 4 pathways എന്നാണ് പറയുന്നത്. 4 types of virtuous people try to seek the self: the distressed, the seeker of wealth, the seeker of knowledge, and the man of wisdom. Of these, the man of wisdom, who is steadfastly dedicated and focused on the joys of the self, so supremely motivated by the Atma Samtripti, excels, because the self will find a full expression. അതായത് ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എനിക്ക് പറഞ്ഞു തരും, നോ 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 നോ, യു ആർ നോട്ട് ലിമിറ്റഡ് എന്നുള്ള ബോധം എനിക്ക് തരുന്നു, ഇൻസ്പിറേഷൻ തരുന്നു. ഓൾ 4 types are in India. അപ്പൊ അതിന് പല വഴികളുണ്ട്. അത് പല വഴിക്കിടെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാവും. എന്ന് പറയുന്ന 4 വഴികൾ എന്തൊക്കെയാണ്? ഡ്രൈവ് ഫോർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഡിസ്ട്രസ് ആൻഡ് ഓർ ഫെയിലിയേഴ്സ്. നമുക്ക് അതായത് നമ്മളിൽ പരിമിതമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, തോൽവികൾ, അത് തരണം കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ പവറിനെ എനിക്ക് ടാപ്പ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കാം. ആർത്തൻ. പിന്നെ ഡ്രൈവ് ഫോർ അക്വയറിംഗ് വെൽത്ത്. വെൽത്ത് സമ്പാദനത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യണം. അർത്ഥാർത്ഥി. വെൽത്ത് എന്ന് പറയുമ്പോൾ പുതിയ കേപ്പബിലിറ്റീസ് ഉണ്ടാക്കണം. പുതിയ പണം എന്ന് മാത്രമല്ല, പുതിയ കേപ്പബിലിറ്റീസ്, പുതിയ ഓൾ ദോസ് തിങ്സ്, പൊസഷൻസ്. സോ അക്വയറിംഗ് വെൽത്ത്, അർത്ഥാർത്ഥി. ദെൻ ഡ്രൈവ് ഫോർ അക്വയറിംഗ് നോളജ്, ക്യൂരിയോസിറ്റി ഫോർ നോളജ്, ജിജ്ഞാസു. ആൻഡ് ഡ്രൈവ് ഫോർ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, ജ്ഞാനി. ദാറ്റ് ഈസ് ദ മാൻ ഓഫ് വിസ്ഡം. ആത്മതൃപ്തി എനിക്ക് എപ്പോഴും അനുഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പ്രവർത്തിക്കാം. So all 4 types are indeed on the right path, but the wise man, that the jnanasu, and then the jnani, the wise man is self personified. അതാണ് സെൽഫിന്റെ പ്യുവർ ഫുൾ ശക്തി എൻ്റെ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത്. In course of time, the man of wisdom reaches the most perfect state. He becomes a Mahatma. അങ്ങനെയുള്ള ഒരാള് will become automatically a Mahatma, a great soul, a great self. I doesn't want to use the word soul. ഈ സോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് it has come from our പല സ്ഥലത്തു നിന്ന് വെസ്റ്റേൺ വേൾഡിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചില എക്സ്ട്രീമിസ്റ്റ് വ്യൂസിലുള്ള ചില തോട്ട് പ്രോസസ്സുകാരൊക്കെ സോൾ എന്നൊക്കെ പറയുന്നു. വി ഹാവ് എ മച്ച് ബെറ്റർ ടേം. Let us use the word self എന്ന് പറയുന്നത് നമ്മൾ. അപ്പൊ നമ്മൾ റെസ്റ്റ് ഇൻ, മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും അല്ലേ. We should be saying may the self rest in infinity. That is how that we should actually be thinking about. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ may the self rest in the infinity, എപ്പോഴും ഇൻഫിനിറ്റിയിൽ ഇരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയാം. ജസ്റ്റ് ഓഫ് ട്രാക്ക്. സോ ഓൾ ദിസ് our philosophy gives us much wider and powerful things. Let us stick to those things. In course of time, the man of wisdom reaches the most perfect state. He becomes the Mahatma. He becomes the self, the glorified self. Not glorified, the great self, supreme self. ആയി നമ്മൾ തന്നെ മാറും. അപ്പോൾ the first 3 paths are limited, but whereas the choice of the self has no bounds. It can go on increasing and you will reach. Artha, Artharthi, Jitnyasu, Jnani എന്ന് പറയുന്ന 4 വിധത്തിലാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സോ ഈ അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് മാപ്പ് ചെയ്യാം അതിനെ.
താഴത്തെ ലെവലിൽ ആർത്ത. ഈ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന്റെ സുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ആർത്തൻ. അപ്പൊ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന് കേപ്പബിലിറ്റീസ് ഒക്കെ വരും. പക്ഷേ ഇറ്റ് മേ ബി വിത്ത് ഇഗോയിസ്റ്റിക് ആൻഡ് സെൽഫിഷ് ആൻഡ് അതർ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. അർത്ഥാർത്ഥി എന്ന് പറയുന്നത് അടുത്ത ഒരു ലെവലാണ് മെന്റൽ സ്റ്റേറ്റ്, മൈൻഡിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ആൻഡ് ജിജ്ഞാസു ഇന്റലക്ച്വൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ആൻഡ് ജ്ഞാനി ഈസ് എ സെൽഫിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. അതാണ് ജ്ഞാനി, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ആർത്ഥ എന്ന് പറയുന്ന ഹയറാർക്കി ഇൻ ദ സെയിം മാപ്പിംഗ് ദാറ്റ് വി ഹാവ് സീൻ പ്രീവിയസ്ലി. അപ്പോൾ ആസ് ആൻ ആർത്ത applies mind and intellect to get rid of the distress at the body level, strengthens body skills and enhances the environment that he lives in. And Artharthi uses thought power to control mind and acquire emotional balance and control. He'll get it. And then Jijnasu engages in curiosity in trying to understand true nature and gains control of the intellect, steady intellect like etum. And finally, Jnani revels in the joys of the self, always powered by the subtle intellect, equipoise, equanimity, and peacefulness. അതിലേക്ക് സ്ഥിതപ്രജ്ഞന്മാരായി മാറുന്നു. That is basically what Gita is teaching us. So, those who are driven by selfish goals resort to appropriate modes of dedication based on their nature. സെൽഫിഷ് ആയിട്ടുള്ള താഴത്ത് ഓരോന്നിനും ഓരോ ലെവലിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഡെഡിക്കേഷൻ കാണിക്കും. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ പറയുന്നത്. അത് ജസ്റ്റ് as an afterthought add ചെയ്ത് അല്ല, ഒരു ബ്രീഫ് സമ്മറി എന്നുള്ള നിലയിൽ പറയുകയാണ്. വാട്ട് എവർ പാത്ത് പീപ്പിൾ ടേക്ക് വിത്ത് ഫെയ്ത്ത്, അത് എനിക്ക് ബോഡി പ്ലഷർ കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്താൽ എനിക്ക് ബോഡി പ്ലഷർ തരും, കിട്ടും. സെൽഫ് ഉണ്ടാക്കി തരും അത്. ദ സെൽഫ് റിട്ടേൺസ് ദി അപ്രോപ്രിയേറ്റ് സ്ട്രെങ്ത് ഇൻ ദാറ്റ് ഫെയ്ത്ത്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലാസ്റ്റിംഗ്. Possessed of dedication in the pursuit of such goals, they will attain these goals helped by the power of the self. Our power of the self will help them to get that. That result is indeed finite. Those whose goals are limited will achieve limited goals. Those whose goals are the joys of the self achieves infinite lasting success. So repeat adinda message onnu kuda repeat cheyidekana. It's like this: my body, mind and intellect, adinu vendi njan pravarthikkumbol my idea, my position, my wealth is driving me. And what you get? Achievement of limited goals. Because you do not really have that faith in the infinitude. എൻ്റെ മനസ്സാണ്, എൻ്റെ ഞാനാണ് കേമൻ എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റാണ് കേമൻ ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ, ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട്, അർത്ഥാർത്ഥി ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ദേ വിൽ ഹാവ് അച്ചീവ്മെന്റ്സ് ഓഫ് ലിമിറ്റഡ് ലെവൽ. ബട്ട് ദ മൊമെന്റ് യു ട്രാൻസെൻഡ് ദോസ് തിങ്സ്, ദാറ്റ് സെൽഫ് ആൻഡ് ദി BMI ആർ ആദ്യത്തെ കേസിൽ സെൽഫ് ആൻഡ് BMI നമുക്ക് രണ്ടാ, ഒരു ദ്വൈതഭാവമാണ് അവിടെ നമുക്ക്. അങ്ങനെ വരുമ്പോഴാണ് ലിമിറ്റഡ് അച്ചീവ്മെന്റ്സ്. ബട്ട് ദ മൊമെന്റ് യു റിയലൈസ് ദാറ്റ് ദ സെൽഫ് ഇസ് ഇൻഡീഡ് യു, ദ ഐഡിയ, പൊസിഷൻ ആൻഡ് വെൽത്ത് എന്ന് പറയുന്ന വാല്യൂ അതിനാണ്. അത് ആ ഐഡിയ വലുതാക്കാൻ, പൊസിഷൻ വലുതാക്കാൻ, വെൽത്ത് വലുതാക്കാൻ, അതായത് എൻ്റെ ഐഡിയ വലുതാക്കാൻ, എൻ്റെ പൊസിഷൻ വലുതാക്കാൻ, എൻ്റെ വെൽത്ത് വലുതാക്കാൻ, അങ്ങനെയല്ല ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ദ ഐഡിയ ദാറ്റ് പവേഴ്സ് യു. It is the ideation that is, it is that kind of position that you can give to the outside world, the wealth that you can contribute to the outside world, so all universe, all other world it's on. Achievement of freedom from limitation occurs because you are inspired by the self. That is what basically what jnana endinanu undavandathu, idinanu undavandathu, that you need to empower yourself by that infinite self. And therefore expand and do things for larger goals, larger good. Creative dissonance. Appo adile oru GI, Gita-Intelligence says, as long as me and knowledge are distinct, it remains my knowledge. When I become the knowledge, njan knowledge avumbozhana fertile ground for creative dissonance takes place. That is when creativity blossoms in your mind, when you totally identify with knowledge. That process അത് ഡെവലപ്പ് ചെയ്യലാണ് നമുക്ക് കുട്ടികളുടെ മനസ്സിലും യൂത്തിന്റെ മനസ്സിലും ഒക്കെ ഉണ്ടാക്കേണ്ടത്. സോ ദാറ്റ് ദേ ബിക്കം മോർ ആൻഡ് മോർ ക്രിയേറ്റീവ് വിത്ത് വാല്യൂ സിസ്റ്റംസ് ഓഫ് സസ്റ്റൈനബിലിറ്റി, എക്സ്പാൻഷൻ ആൻഡ് എൻറിച്ച്മെന്റ്. ആൻഡ് you will find novel ways of solving problems, creative dissonance, novel ways of solving hitherto unknown problems or challenges that we face. That is creative dissonance. അങ്ങനത്തെ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും ഈ ശക്തി നമ്മൾ ഇൻവോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ. The ignorant people think that the unmanifest infinite self transformed into the mania. ഈ
അൺമാനിഫെസ്റ്റ് ആയിട്ടുള്ള ബ്രഹ്മൻ ഈശ്വരനായിട്ട് വേറെ ഒരു രൂപം എടുത്തു എന്നാണ് ഇഗ്നറന്റ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. വിത്തൗട്ട് നോയിങ് ദ ഹയർ മ്യൂട്ടബിൾ ആൻഡ് അൺസർപാസ്ഡ് നേച്ചർ. ഈ ഹയർ ഇൻഫിനിറ്റ് എല്ലായിടത്തും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ദ ഫുൾനെസ് ഓഫ് ദ ബ്രഹ്മൻ ദേ ഡോണ്ട് റിയലൈസ്. ദ ഫുൾനെസ് ഈസ് ദർ, ദെൻ എവറിഥിങ് ഈസ് ഇൻസൈഡ് ഫുൾനെസ്. സോ വി ആർ ഓൾ ഇൻ ഫുൾനെസ്. നമ്മളൊക്കെ ഫുൾനെസ്സിലാണ്, ഫുള്ളാണ്. ദ ഓൺലി തിങ് ഈസ് ദ മായ ദാറ്റ് ഈസ് പ്രിവെന്റിങ് us from connecting to that fullness within us. അപ്പോൾ അതെന്തുകൊണ്ടാവുന്നത്? The root of ignorance is because the deluded and the ignorant do not realize the infinite self because of the illusion of perception. Summarizing, Maya. The self is seamless across time, space, and causation, but individuals are bound by the illusion of perception and do not realize the nature of the self. Due to the delusion of pairs caused by selfish desire and aversion. Selfish desires. എൻ്റെ ബോഡി, മൈൻഡ്, ഇന്റലക്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. സെൽഫിഷ് ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അതുകൊണ്ടുണ്ടാവുന്ന ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം, വിച്ച് ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ വേ. ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ഈ ഇഗ്നറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയുകയാണ്. ഇൻ ദ പ്രാക്ടിക്കൽ ഔട്ട്സൈഡ് വേൾഡ്, വെൻ യു ആർ എൻഗേജിങ് വിത്ത് ദ ചാലഞ്ചസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്, then it is selfish desire and aversion that is creating all the problems. So you have to throw out selfish desires and you have to throw out all likes, aversions. Then you will always be in anticipation, attainment, and enjoyment of the joys of the inner self and not the pleasures of the body, mind, and intellect. If you are, then you are a deluded being. Then that is the root of all ignorant problems. Appo concluding, if we are free from the pair of selfish desires and aversion, ഈ രണ്ട് സാധനങ്ങളെ നമ്മൾ എടുത്ത് കളയുകയാണെങ്കിൽ, and have the mind purified of negative impressions, we will be able to resort to the joys of the self impulsively, as it were. അത് മാറ്റി കളയുക. ഈ സെൽഫിഷ് ഡിസയേഴ്സ് കുറച്ച് ഒറ്റ ഇന്ന് വരെ ഞാൻ സെൽഫിഷ് ആയിട്ട് ജീവിച്ചു, നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം അൺസെൽഫിഷ്. നടക്കണ കാര്യമല്ല. സോ incrementally, become unselfish. കുറേശ്ശെ എല്ലാ ദിവസം ഞാൻ ചെയ്യുന്ന സെൽഫിഷ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ ചിലതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഒരു ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു ക്യാൻ റീച്ച് ദാറ്റ്. ആൻഡ് യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, aversions also will be thrown out of the window. If you resort to the joys of the self in the phase of hope and despair, you will fully realize the self within. And in all our actions നമ്മൾ അങ്ങനെ ആവണം. അതാണ് ഗീത പറയുന്നത്. And ultimately ഒരു ലാസ്റ്റ് ഇതുണ്ട്, I will explain that a little bit more, but more of it will be done in the 8th chapter. If we understand the true nature of the self, ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലായി യൂണിവേഴ്സൽ എനർജിയാണ് ഞാനെന്ന്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു എൻറ്റൈറ്റിയാണ് ഞാനെന്നുള്ളത്. Is the self as the energy principle that exists within all that is inanimate. എല്ലാം ഇതിന്റെ ഉള്ളിലുള്ള എനർജി പ്രിൻസിപ്പിളും ഈ പറയുന്ന ശരീരത്തിന്റെയൊക്കെ മെറ്റീരിയൽ സാധനത്തിന്റെ ഉള്ളിലൊക്കെ ഉള്ള എനർജി പ്രിൻസിപ്പിളും ഒക്കെ ഒന്നാണ്. അതിഭൂതമാണ് ഞാൻ. ആസ് ദ യൂണിവേഴ്സൽ എനർജീസ് ദാറ്റ് സസ്റ്റെയിൻ ദ ലൈഫ്. അതിന്റെ ഇനി ലൈഫ് ലിവിങ് എൻറ്റൈറ്റീസിലെ ലൈഫ് ഫോഴ്സ് ആയിട്ട് വരുന്നതും ഞാൻ തന്നെയാണ്. അതിദൈവം. ആൻഡ് ആസ് ദ ഇൻഡിവിജ്വൽ ലൈഫ്, എന്നിട്ട് ഇൻഡിവിജ്വൽ ലൈഫിന്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ത്യാഗഭാവങ്ങൾ, ദി ആറ്റിറ്റ്യൂഡ് ഓഫ് സാക്രിഫൈസ്, കോപ്പറേഷൻ, എക്സെട്ര, അത് എൻ്റെ ഉള്ളിൽ ആ നല്ല നല്ല ഭാവങ്ങളായിട്ടുള്ള എനർജി എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് ഞാൻ. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന അർജുനൻ്റെ അടുത്ത്, ദിസ് ഇസ് വാട്ട് വി ഷുഡ് ഇംബൈബ്. അതിയജ്ഞം, ദാറ്റ് ഈസ് ദ സാക്രിഫൈസ് മെന്റാലിറ്റി ദാറ്റ് യു ഹാവ്. ഇതൊക്കെയാണ് ഞാൻ. ഇത് മൂന്നും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചാൽ, ദാറ്റ് ഐ ആം ദറ്റ് യൂണിവേഴ്സ്, I am that life force within me, and I am all the goodness within me. ഇത് മൂന്ന് സംഗതികൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ലിബറേഷനായി. ദാറ്റ് ഈസ് ലിബറേഷൻ. ദാറ്റ് ഈസ് ജ്ഞാനവിജ്ഞാനം. The universe is the manifestation of our own self. Universal forces of nature are the visible spectrum of the self. അതിൽ വിസിബിൾ സ്പെക്ട്രത്തിൽ വരുന്നതാണ് നമ്മൾ കാണുന്ന സാധനങ്ങൾ, യൂണിവേഴ്സ് എന്ന് പറയുന്നത്. മറ്റേത് ഫുൾ ബ്രഹ്മം, ഫുൾനെസ്. അതില് എൻ്റെ കണ്ണുകളെ കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള സാധനങ്ങൾ, ദ വിസിബിൾ സ്പെക്ട്രത്തിൽ കാണുന്ന സാധനമാണ് ദ യൂണിവേഴ്സ്. ആൻഡ് അവർ മൈൻഡ്സ്, അത് എൻ്റെ മനസ്സിനെ അത് എനിക്ക് ഫുൾ ഉൾക്കൊള്ളാനും സാധിക്കില്ല. കാരണം അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് യൂണിവേഴ്സ് ഞാനാണ്, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് യൂണിവേഴ്സ്. പക്ഷേ ബിക്കോസ് ഐ ആം ദറ്റ് യൂണിവേഴ്സ് ആൻഡ് ദിസ് ഈസ് വിതിൻ ദാറ്റ് ഫുൾനെസ്, ബ്രഹ്മത്തിൻ്റെ,
അതില്ല, ഒരു സ്പെക്കായിട്ടുള്ള ഞാനാണ്. അതിന്റെ മൈൻഡ്, ആ ഞാൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. മൈ കോൺഷ്യസ് അവയർനെസ് ഇസ് തിയററ്റിക്കലി ദ ഹോൾ യൂണിവേഴ്സ്, ബട്ട് മൈ മൈൻഡ് at the moment is restricted because of the physical limitations. എന്താണ്, എങ്ങനെ, how, sorry, like this. Like this. സെൻസസ് 5 പെന്റഗൺ ആയിട്ട് വരച്ചേക്കണുണ്ട്. സെൻസസ് വളരെ ലിമിറ്റഡ് ആണ് എനിക്ക്, because of which I am not seeing the whole universe. I am the universe, but through the senses I am expressing, therefore it gets limited. I am seeing only much more less. എനിക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല എനിക്ക്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഡെസർട്ടിൽ പോയിട്ട് നിന്നാൽ, ഒരു കടൽ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ കുറേ ദൂരം കാണാം, ദാറ്റ്സ് ഓൾ. അതിന്റെ ബിയോണ്ട് ദാറ്റ് വാട്ട് ഹാപ്പൻസ് I don't know, because my eyes are limited. And therefore I am inscribed, I am encapsulated within a physical space. Space ഉള്ളിലായി ഞാൻ, space delimited I become. And all the senses are like that. ചില സെൻസസിന് കൂടുതൽ പറ്റും, ചില സെൻസിന് കുറവാണ്, അല്ലെ? And but I have a mind which can even go beyond my senses, but still I am limited. I may not be able to see the whole universe, but I can envisage. ഇന്ന് നമുക്ക് we have also invented tools whereby you can use some telescopes and all and see something that we cannot see with the naked eye, but still beyond that we cannot see. അതിന്റെ limitations ആണ്. അപ്പോൾ മനസ്സ്, അതുപോലെ മനസ്സ്, എനിക്ക് I can think about various things, even with is not in my visible spectrum or in my audible spectrum or in my sensible spectrum, feeling and all those things I can see. I can use my mind. Mind is much more larger than that. But who am I? I am that full universe. അതിന്റെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന യൂണിവേഴ്സ് മുഴുവൻ ഞാനാണ്. So I am the center of a sphere of infinite radius, but I am controlled by senses and my mind, limiting me to something. That is what I am. If the same mind can be used to actually get out of this limitation, convincingly prove yourself that I am the infinite. That is what Gita is asking you to do, so that you become expanded in infinity, universalness. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഈ പറയുന്നത്. അപ്പോ ഈ സെൽഫ് എക്സ്പീരിയൻസ് ഇസ് ലിമിറ്റഡ് ബൈ പെർസെപ്ഷൻ. അത് വേദാന്തത്തിൽ പറയുന്നത് ദേശപരിച്ഛേദ, കാലപരിച്ഛേദ ആൻഡ് വസ്തുപരിച്ഛേദ, 3 ലിമിറ്റേഷൻസ് ആണ്. സ്പേഷ്യൽ ലിമിറ്റേഷൻ, ടെമ്പോറൽ ലിമിറ്റേഷൻ ആൻഡ് ഒബ്ജക്റ്റീവൽ ലിമിറ്റേഷൻ. ജീവഭാവ is this limited perception of oneself as being bound by spatial, temporal and objectival limitations. So 3 types of differentiation of perception by mind. Adun parayuന്നത് just to complete that Vedanta picture, adinu vendi introduce ചെയ്യുന്നേ ഉള്ളൂ. സജാതീയ ഭേദ എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഒബ്ജക്റ്റ് ഓർ ഇൻട്രാ ബീയിങ് ഡിഫറൻസസ്. നമ്മളെ 2 ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിഫറൻസസ്, ഒരേ ഇതിലുള്ള 2 പേര് തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നമ്മള് മറ്റേ എന്താ പറയുക, നമ്മുടെ തന്നെ 2 ആൾക്കാർ, 2 വ്യക്തികൾ വരുമ്പോൾ ഇത് 2 വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഐ എം ആക്ച്വലി 2 പേരും ഇൻഫിനിറ്റ് സെൽഫാണ്, അല്ലേ? ഇൻഫിനിറ്റ് യൂണിവേഴ്സ് അറിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ 2 പേരും ഒന്ന് തന്നെ ആവില്ലേ? 2 ഇൻഫിനിറ്റ് സർക്കിൾസ്, സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഒന്നാണ്. പക്ഷെ ഇതിനെ ഞാൻ 2 ആയിട്ട് കാണുന്നു. അതാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. അതൊക്കെ പെർസെപ്ഷനിൽ ഉണ്ടാവുന്നതാണ്, ഇല്യൂഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. ഇല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ മായ കൊണ്ടുണ്ടാവുന്നതാണ്, പെർസെപ്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ വിജാതീയ ഭേദം എന്ന് പറഞ്ഞാൽ ഇന്റർ ഒബ്ജക്റ്റ് ഓർ ഇന്റർ ബീയിങ് ഡിഫറൻസസ്. എനിക്ക് എൻ്റെ ചെവി, മൂക്ക്, കണ്ണ്, കൈ, കാല്, 2 കാല് മറ്റേതൊക്കെ ആയിട്ട് ഞാൻ കാണുന്നു, സെപ്പറേറ്റ് വിതിൻ ദിസ്. ആൻഡ് ഓൾസോ സ്വഗത ഭേദ, വിതിൻ ഒബ്ജക്റ്റ് ഓർ വിതിൻ ബീയിങ് ഡിഫറൻസസ് ഒക്കെ, മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഡിഫറൻസസും അങ്ങനെ പല ഡിഫറൻസസും ഒക്കെ നമുക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് സജാതീയ ഭേദ, വിജാതീയ ഭേദ ആൻഡ് സ്വഗത ഭേദ. The imposition of these limitations through perception is an inherent quality of materiality, the quality of mind, therefore the quality of mind. മനസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. Mind itself is the product of space, time, cause, limitation, and its function of perception is also thus a product of limitation. അപ്പോൾ മനസ്സിന്റെ ലിമിറ്റേഷൻസ് നമ്മുടെ പെർസെപ്ഷനിലും ആ ഡിഫറൻസസ് ഉണ്ടാവുന്നു, മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവുന്നു എന്ന് മാത്രം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാനായിട്ടുള്ളതാണ് നോളജ് എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ റിഫ്ലക്ഷൻ, ത്രൂ റിഫ്ലക്ഷൻ യു ക്യാൻ ഗെറ്റ് ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഹൗ
ദിസ് ഈസ് അപ്പോൾ ഇത് പറയുന്നത് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ഇതൊക്കെയാണെന്ന്. അതായത് ഈ സെൽഫ് നമ്മുടെ ഉള്ളിൽ നിന്ന് കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആങ്കർ ആണെങ്കിൽ ആങ്കർ, ഇഗ്നറൻസ് ആണെങ്കിൽ ഇഗ്നറൻസ്, ലവ് കമ്പാഷൻ ആണെങ്കിൽ കമ്പാഷനായിട്ട് പുറത്തേക്ക് വരുന്നു എന്നർത്ഥം. എൻ്റെ സെൽഫ് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സെൽഫ്, ഫുൾ സെൽഫ്, അതിന് ഞാനൊരു സർക്കിളായിട്ട് ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലത്തെ ഒരു വേവ്, അല്ലെങ്കിൽ വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു റിപ്പിൾ, ഫുൾനെസ് ഓഫ് മൈ ലൈഫ് സെൽഫ്, അതിലൊരു റിപ്പിൾ which is when it is passing through my mind, which is full of anger, it comes out. The self comes out as anger. And when that ripple comes through my mind, which is fully steeped in ignorance, I am completely deluded. And when it is through love, my mind is full of love, it comes out as compassion. About self, same self is coming out as anger, delusion, and compassion. Because the act of emotion is being carried by the self into the outside world. We have seen this in the Karma Yoga. Picture this one, the power of the self, when it passes through the energy of mind and emotions, the act of emotion comes up. But what is that energy, the force? That is the self only, power of self. Power of self തന്നെയാണ് അവിടെ പോണേ. പക്ഷെ പവർ ഓഫ് സെൽഫിന്റെ മുകളിൽ കുതിരപ്പുറത്ത് ഒരു സവാരിക്കാരൻ ഇരിക്കണം മാതിരി ഈ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലത്തെ ക്വാളിറ്റീസ് പുറത്തേക്ക് വരികയാണ്. ജസ്റ്റ് ലൈക്ക് when the wind passes through a flower, it carries the vasana of that flower എന്ന 15ാം അധ്യായത്തിൽ ഇനിയും വരുന്നുണ്ട്. അതുമാതിരി എൻ്റെ വാസനകളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ഈ സെൽഫ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ എൻ്റെ വാസനകള് എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയൊക്കെ പ്രവർത്തനങ്ങളാണ്, അതിന്റെ ഇംപ്രഷൻസും ഒക്കെ കൂടി ചേർന്ന സാധനമാണ്. അപ്പോ അത് ഞാൻ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അത് എടുത്തുകൊണ്ട് സെൽഫ് പുറത്തേക്ക് പോകുന്നതാണ് ഈ പറയുന്നത്. അപ്പോ നമ്മള് സെൽഫ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് സെൽഫ് എക്സ്പ്രസ് ചെയ്യും പുറത്തേക്ക്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെൽഫ് ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനസ്സാണെങ്കിൽ ആങ്കർ ഉണ്ടെങ്കിലും ദാറ്റ് ആങ്കർ, ഇഗ്നറൻസ് ആൻഡ് ലവ് ആൻഡ് ഓൾ സ്റ്റിൽ വിൽ ബി ആങ്കർ റൂട്ടഡ് ഇൻ ദ സെൽഫ്, ഇഗ്നറൻസ് റൂട്ടഡ് ഇൻ ദ സെൽഫ്, ആൻഡ് കമ്പാഷൻ റൂട്ടഡ് ഇൻ ദ സെൽഫ് ആയി മാറുന്നു. അപ്പൊ ആങ്കർ റൂട്ടഡ് ഇൻ ദ സെൽഫ് ഈസ് ഫോർ എ ഹയർ പർപ്പസ്. അതുകൊണ്ടാണ് ഇപ്പൊ അച്ഛൻ അല്ലെ അമ്മ മക്കളെ ചീത്ത പറയുമ്പോൾ ദാറ്റ് ആങ്കർ ഈസ് റൂട്ടഡ് ഇൻ സെൽഫ്. അതൊരു ആവശ്യത്തിന്, ഗോളിന് വേണ്ടി, ഹയർ ഗോളിന് വേണ്ടിയിട്ടാണ് ചീത്ത പറയുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരിക്കലും ദേഷ്യം വരാൻ പാടില്ല എന്നല്ല ഗീത പറയുന്നത്. when that self expresses through that mind which is full of rooted in self, that anger which is rooted in self expresses. The joys of the self is what is expressing. Joy of the self എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, അതായത് ഹയർ ഗോൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ജോയ്സ് ഓഫ് ദ സെൽഫ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് that is the mind and intellect that is rooted in the self. അപ്പൊ അങ്ങനെ ഈ ഓർഗനൈസേഷണൽ സെൽഫ്, യൂണീക്ക് ആൻഡ് ഇൻസ്പയറിംഗ് കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അത് വിൽ ടേക്ക് ഇറ്റ് അപ്പ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ, 8th ചാപ്റ്ററിൽ അത് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 8th അല്ല, 13ാമത്തെ അധ്യായത്തിൽ, സോറി 13ാമത്തെ അധ്യായത്തിൽ വി വിൽ ടേക്ക് അബൌട്ട് ദാറ്റ് സെൽഫ് ആൻഡ് നോട്ട് സെൽഫിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. ഞാൻ അത് ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റർ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിഭൂതം, അതിദൈവം ആൻഡ് അതിയജ്ഞം ഇസ് വാട്ട് ബേസിക്കലി we know that, then we are rooted in the self. And what is that? We'll continue in the 8th chapter. The practical wisdom of the self is all about what? It is the fact that there is a higher self and a lower self. Everything is powered by that self, including the lower self is also that. And then that is basically what the first 7 slokas, differentiation of the self. Self എന്ന് പറയുന്ന ഫുൾനെസ് ഇങ്ങനെ ഈ നമ്മളൊരു അനാലജി എന്നുള്ള നിലയിൽ മാത്രം എടുത്താൽ മതി. പാല് പിരിയുക എന്ന് പറയില്ലേ, പാല് നമ്മളെ പാല് പിരിയില്ല, എന്താ നമ്മൾ എന്തെങ്കിലും ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് വേരിയസ്, മേ ബി കുറച്ച് നാരങ്ങ വെള്ളം ഒഴിച്ചാൽ മതി, പാല് പിരിഞ്ഞു പോകും. പാല് പിരിയുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ പുറത്തുനിന്നൊരു സാധനം ഒഴിക്കണമെന്ന് അനാലജിയിൽ എടുക്കരുത് കേട്ടോ. ജസ്റ്റ് ആസ് അനാലജി, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. പാല് പിരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കേർഡിൽ ആയിട്ട് വരുന്നത് മാതിരി സെൽഫിന്റെ ഉള്ളില് തന്നെ ഈ എർത്ത്, ഫയർ, വാട്ടർ, എയർ, സ്പേസ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ സാധനങ്ങൾ, ഇങ്ങനെ മാറ്റർ ഒക്കെ ഉണ്ടായി, പിരിഞ്ഞു, പാല് പിരിഞ്ഞു, ബ്രഹ്മൻ പിരിഞ്ഞു യൂണിവേഴ്സായി. ബ്രഹ്മൻ തന്നെയാണത്, ബ്രഹ്മൻ പിരിഞ്ഞ യൂണിവേഴ്സായി. That is what happened. Okay? Okay. So that is differentiation of the self. And then the principle behind the universe was also talked about as brilliance of the brilliant, intelligence of the intelligent, power of the powerful, devoid of selfishness and all the righteousness, devoid of lust and all those things. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 7, 8, 7, 11. Then we talked about how the perception creates the illusion of
ignorance, or whatever, illusion of perception, creating the Maya. Through the rajas, knowledge, ignorance, and passion, because of a consciousness that is, self-centered, self-referential consciousness, and that was 7:12, 7:15, delusion of identity. Mama Maya Duratyaya Nanwar. And the Maya is very difficult for you to get over. What is that Maya? We know that, no, why it is difficult. And then there are 4 types of people who can escape this. Artha, Jnyasu, Jnanu. But then they are limited, the first 3, and ultimately the man of wisdom, Jnani, is the one who actually identifies with the infinite. That is 7:16, 7:26, overcoming delusion and Maya, the 4 types. And what is standing in the way, root of ignorance, is all selfish desires and aversion. That is 7:27. And the universe, Adibhudam, Adiyajnam, self. That self is actually limited by the perception powers and the mind. That is what is basically happening. About self-actualization requires you to understand that you are not different from the self. Your BMI is inside that, but the BMI is limited. You get over that, identify with the self, and your achievements of limitlessness comes in. That is basically, this is the knowledge of Jnana Vijnanam. About that knowledge is now in the practical domain, it is being brought into Jnana Vijnanam, it is brought out. And that is in one statement, if you say that it is the Jnana Vijnana Yoga, in one statement, is the self that enlivens you is universal. Nammada ullilulla self, other universal Shaktiyana, transcending all your BMI. Body, mind, and intellect and the limitations transcend. I am the center of that infinite universe. But my body, mind, and intellect is what is limiting me. I should get over that. Self is the life force in us. As the life force, power of discipline, the power of thought, the power of intelligence, the power of compassion, the power of brilliance, and the strength of character and righteousness. That is me. It is Srimad Bhagavad-Gita, Upanishatsu, Brahma Vidyayam Yoga Shastre, Sri Krishna Arjuna Samvade, Jnana Yogo Nama Saptamodhyaya. Next week we will start off with chapter 8, which is reflecting on the imperishability of this self. Namalda the self, imperishable self in a bit reflecting on the we will see next week. So we will, with this I stop. Let's just invoke the mantra and then we can discuss. Yeah, if there is anything to discuss, we will discuss. Otherwise, we can also discuss. Dr. Venugopal, yes, you wanted to ask something? It's muted. Okay, yeah, Doctor, it is muted. Your mic is muted, so we cannot hear you. Okay. ഇന്നിപ്പം ശ്രവണം കഴിഞ്ഞു. ഞാൻ ഇതിനെ മനനം ചെയ്യണം. ഈ ഒരാഴ്ച ലോട്ട് ഓഫ് തിങ്സ് ഇത് വരുമ്പോഴേ മനനം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനെ തുടങ്ങണം. അത് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഈ മനനം ചെയ്യാൻ തന്നെ കുറെ സമയം എടുക്കും. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻക്രിമെന്റൽ ആയിട്ട് എല്ലാവർക്കും പറ്റത്തുള്ളൂ. ഞാനിവിടെ ഈ പേഷ്യൻസിന് തന്നെ മധ്യ ഒരു 12 ദിവസം 12 ബിയർ കുടിക്കുന്നവരത്ത്
ഞാൻ ഒറ്റ ദിവസം നിർത്താൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. രണ്ട് പാക്കറ്റ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാക്കറ്റ് ഇവിടെ 20 സിഗരറ്റാണ്. 2 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 40 സിഗരറ്റ് വലിക്കുന്നവർക്ക് നിങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞാല് ദാറ്റ് ഈസ് അൺറിയലിസ്റ്റിക്. അതിന് ഡിക്രിമെന്റൽ, ആ ഡിക്രിമെന്റൽ ആയിട്ട് പറഞ്ഞാൽ പോലും ഒരു കഷ്ടിച്ചൊരു 20% പേരെ അത് അനുസരിക്കാറുള്ളൂ. അവരെല്ലാം പറയും ഐ കാണ്ട്, ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഇതിന് തിരിച്ചെടുത്ത് ചോദിക്കും, ഡോക്ടർ ഡു യു ഡ്രിങ്ക്, തിരിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഹൗ ഹാർഡ് ഇറ്റ് ഈസ്, യു ഡോണ്ട് നോ. ഡു യു സ്മോക്ക്? ഇല്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി ഈസി ഡോക്ടർ പറഞ്ഞ് അവര് ചെയ്യത്തില്ല. അതങ്ങനെ പോയിക്കോട്ടെ. അതുകൊണ്ട് ഡിക്രിമെന്റൽ ഇതില്. പിന്നെ ഒരു ചോദ്യം, അത് താങ്കൾ വന്നിട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് യു ആർ യൂസിങ് a separate microphone and a camera for your talk. Am I right? Yes. I'm not using the computer's own inbuilt mic and speaker. I'm using a separate. കൊള്ളാം. അപ്പൊ അതിനെന്താ ചെയ്യണം? ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഫോളോ യുവർ ഇതിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ ടോക്ക് കൊടുക്കുമ്പോഴേ യുവർ പ്രസന്റേഷൻ ഇസ് വെരി ഗുഡ്. ചില ബോഡി ലാംഗ്വേജ് എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ ജസ്റ്റേഴ്സ് എല്ലാം. അതിന് എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് സിമ്പിൾ ആയിട്ട്. Actually, the mic that I am using, I can send you a link for that. It is not a very costly mic. It is a USB mic only, but it is supposed to be one of the best USB mics available, and I am using that. It is not very costly. I think it is costing around $150-$200 less than that. Okay. So you can buy that and just simply connect it to your USB port and it will work. Okay. എനിക്ക് മൈക്രോഫോൺ കഴിഞ്ഞ് എനിക്ക് ക്യാമറ ഇതാണ്. ഇതില് ഞാനിപ്പോ കുറെ ഡിസ്റ്റൻസ്, അതായത് ഇഫ് ഐ വാണ്ട് ടു സിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 4 or 5 feet 5-6 അടി ദൂരം നിന്നുകൊണ്ട് ഈ ആംഗ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം? നല്ല ക്യാമറ ഉപയോഗിച്ചാൽ മതി. അതും ഇപ്പൊ ഈ പറഞ്ഞ ലോജിടെക്കിന്റെ ഒക്കെ ക്യാമറകൾ അവൈലബിൾ ആണ്. നോട്ട് വെരി കോസ്റ്റ്ലി. അഗൈൻ അണ്ടർ ദിസ് $100-$200 താഴെ ഉള്ള കോസ്റ്റിലുള്ള ലോജിടെക്കിന്റെ there are web conferencing cameras which are USB. ഇതൊക്കെ നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. എക്സാക്ട്ലി. അപ്പൊ അതിന്റെ വെബ് കോൺഫറൻസിംഗ് ക്യാമറ എന്ന് പറഞ്ഞ് ചോദിക്കണം അല്ലേ? അതെ, ലോജിടെക്കിന്റെ ബെസ്റ്റ് ഒന്ന് സെർച്ച് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ലോജിടെക്കിന്റെ ബെസ്റ്റ് ക്യാമറ. ഐ എം യൂസിംഗ് ദാറ്റ് ആൻഡ് ദിസ് അതർ മൈക്ക് ഓൾസോ ഐ can send you the link. ഓക്കെ. ഈ രണ്ടിന്റെ ഒന്ന് എനിക്ക് ലിങ്ക് സാർ ഒന്ന് അയച്ചു തന്നു വെരി ഹെൽപ്ഫുൾ. അപ്പോൾ എന്റെ എങ്ങനെയാണ്? എന്റെ മറ്റേ ഇമെയിൽ അഡ്രസ് ഞാൻ ഒന്നിപ്പോ പറയാം, ഓർക്കാൻ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുന്ന താങ്കൾക്ക് ഒരു പേനയും പേപ്പറും പോലും വേണ്ട. ഇത്രയും ഫാസ്റ്റ് സിമ്പിൾ ആണ്, ഒറ്റ വേർഡേ ഉള്ളൂ. അതായത് ഫാൻ സൈറ്റ്. സ്പെല്ലിംഗ് എന്താ? PAN ഫാൻ സൈറ്റ് കാഴ്ച. നമ്മുടെ SIGHT ആ ഒരു വേർഡ് ഉപയോഗിച്ച് ഓർത്താൽ മതി. fansite@gmail.com. ഈ ഫാൻ സൈറ്റ് എന്നുള്ള വേർഡ് ഞാൻ കോയിൻ ചെയ്തതാണ്. അതിൽ ഞാനെന്ന അഹങ്കാരത്തോടുകൂടി പറയല്ല,